Good morning. So, last day, second head, house property, discuss ചെയ്തിരുന്നു. Then, നമ്മുടെ മൂന്നാമത്തെ അഞ്ച് heads of income മൂന്നാമത്തെ head of income ആണ് profit and gains of business or profession. അല്ലെങ്കിൽ നമ്മൾ normally PGBP എന്ന് പറയും. PGBP. Then, so ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ profit and gains of business or profession. സോ എന്താണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ബിസിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പ്രൊഫഷൻ? സോ ആ രണ്ട് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ഏരിയയിലോട്ട് വരാം. ഫസ്റ്റ് വൺ, സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബിസിനസ് ഇൻക്ലൂഡ് എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. ദാറ്റ് മീൻസ് പക്ക ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ട്രേഡിംഗ് ബിസിനസ്, ട്രേഡിംഗ് ആണെങ്കിൽ അത് ബിസിനസ് ആയിട്ട് കൂട്ടും, അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ, ഓർ എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. Then business necessarily means a continuous exercise of an activity. Nevertheless, profit from a single venture in the nature of trade may also be treated as business. Okay. So, നമ്മൾ നോർമലി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഇയർ മൊത്തം. സോ ഈ ട്രേഡോ, കൊമേഴ്സോ, മാനുഫാക്ചറോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നമ്മൾ ഇതിനെ നോർമൽ വേയിൽ നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ബട്ട് ആക്ട് പ്രകാരം 2 സബ്സെക്ഷൻ 13 പ്രകാരം പ്രോഫിറ്റ് ഫ്രം എ സിംഗിൾ വെഞ്ചർ ഓൾസോ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ് മേ ഓൾസോ ബി ട്രീറ്റഡ് ആസ് ബിസിനസ്. സോ ഒരേ ഒരു ട്രാൻസാക്ഷൻ നടത്തിയുള്ളൂ, അതിനുശേഷം നിർത്തിയാൽ പോലും സോ ആ ട്രാൻസാക്ഷൻ നടത്തിയത് ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ് ആണ് എങ്കിൽ അത് എന്തായിട്ട് തന്നെ കൂട്ടും? ബിസിനസ്. സോ നോർമൽ ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്തു, സെയിൽ അങ്ങനെ ആവുന്നില്ല. ഒരു സെയിൽ, ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു സെയിൽ അന്ന് ഒരെണ്ണം നടത്തിയാൽ, ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ വെച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിന്റെ ഫ്രീക്വൻസി വെച്ച് മാത്രമല്ല ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു സിംഗിൾ പ്രോഫിറ്റ് ഫ്രം സിംഗിൾ വെഞ്ചർ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ് ഓൾസോ മേ ബി ട്രീറ്റഡ് ആസ് business as per section 2 subsection 13. Okay ആണോ? Yes sir. Yes sir. Then next പറഞ്ഞോ, profit and gains of business or profession. Business നമ്മൾ പറഞ്ഞു. Then profession. The term profession has not been defined in this act. So profession എന്താണെന്ന് എക്സാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. Profession requires purely intellectual skills or manual skills on the basis of some special learning and qualification gathered through past training or experience. Okay. So profession, നമുക്ക് എക്സാമ്പിൾ എന്താ പറയാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എക്സെട്ര. സോ ഇവരെല്ലാം എന്താണ്, ഇവരുടെ ഒരു പ്രൊഫഷണൽ സ്കിൽ അവര് എന്താണ് ട്രെയിനിങ്ങിലൂടെയും സ്പെസിഫിക് എക്സാം പാസ്സായിട്ടും അങ്ങനെയൊക്കെയാണ് ഈ സ്കില്ല് കിട്ടിയത്. അത് എന്തായിട്ട് കൂട്ടാം? പ്രൊഫഷനായിട്ട് കൂട്ടാം. Then professional skills and can be acquired only after patient study in particular system, either a college, university or institute, and application. That means experience. So നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനകത്ത് വരുന്ന ഒരു എക്സാം പാസ്സാകണം, അതിനോടൊപ്പം തന്നെ എന്താണ് പ്രാക്ടീസ് ആ ഒരു പർപ്പസിലേക്ക്, അല്ലെങ്കിൽ അത് പാസ്സായി എന്ന് പറയണമെങ്കിൽ എന്താണ് ആർട്ടിക്കിൾഷിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് സ്റ്റഡി മാത്രമല്ല, അതിന്റെ കൂടെ അതിന്റെ ആപ്ലിക്കേഷൻ, ദാറ്റ് മീൻസ് എക്സ്പീരിയൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ. ഓക്കെ. സോ ഇവിടെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റഡി നടത്തി വരുന്ന എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്യുന്ന ഒരു നോളജ് സ്കിൽ, അതിനെ നമുക്ക് എന്ത് പറയാം? Profession requires purely intellectual skill or manual skill on the basis of some special learning and qualification gathered through past training or experience. Then profession includes vocation also. Profession includes vocation also. Vocation implies natural ability of a person to do some particular work, singing, dancing, etc. The term vocation is different from the term hobby. Vocation must have the earning feature. It can be treated as an earning means by which a man passes his life. Unlike profession, vocation does not require a degree or specific learning. So profession നമ്മൾ എടുത്തു പറഞ്ഞു. പ്രൊഫഷൻ മീൻസ് എന്താണ്? ഒരു സ്പെസിഫിക് ലേണിങ്ങും അതിന്റെ എക്സ്പീരിയൻസും കൊണ്ടുണ്ടാകും. ദാറ്റ് മീൻസ് ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ വൊക്കേഷൻ മീൻസ് എന്താണ്? സോ സംടൈംസ് ഒരു നന്നായിട്ട് സിംഗ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാൾ,
അയാൾ എവിടുന്ന് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പഠിച്ചോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടിയോ ആളാകണമെന്നില്ല. സോ അത് ജസ്റ്റ് നന്നായിട്ട് തിങ്ക് ചെയ്യും. അത് അതിന്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഹോബിയും വൊക്കേഷനും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തൊരു മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ അതിനെ എന്ത് പറയാം? വൊക്കേഷൻ എന്ന് പറയാം. വൊക്കേഷൻ എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? പ്രൊഫഷൻ. സോ ദാറ്റ് മീൻസ് ഉണ്ടോ, നമുക്കൊരു സ്പെസിഫിക് ഡിഗ്രി ഹോൾഡ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയും. സോ പ്രൊഫഷനകത്ത് എന്തുകൂടെ പറയും? വൊക്കേഷൻ ഓൾസോ. ദാറ്റ് മീൻസ് PGBP നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ബിസിനസ് കൺസിഡർ ചെയ്യും, പ്രൊഫഷൻ കൺസിഡർ ചെയ്യും, വൊക്കേഷൻ എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സ്പെസിഫിക് ആയിട്ടൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സർട്ടിഫിക്കറ്റ് ഇല്ല, ബട്ട് എബിലിറ്റി, ഒരു പേഴ്സണ് സം എബിലിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്ത് എന്ത് ഇൻകം ജനറേറ്റ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം? വൊക്കേഷൻ എന്ന് പറയാം. അത് പ്രൊഫഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. Then, however, it is not material whether a person carrying on business or profession or vocation sits the purpose of assessment of profit from all of these treated and taxed alike. So അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ നമ്മൾ ഒരിക്കലും എന്താണ് ബിസിനസിന്റെ സെപ്പറേറ്റ്, ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ്സും പ്രൊഫഷനും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, PGBP എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണില്ല. സോ ബിസിനസ്സോ പ്രൊഫഷനോ വൊക്കേഷനോ എന്തുണ്ടെങ്കിലും എന്താണ്, അതെല്ലാം ടാക്സ് ചെയ്യുന്നത് ഒരേപോലെയാണ്. ടാക്സ്ഡ് alike. സോ ബിസിനസ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും വൊക്കേഷൻ ആണെങ്കിലും. So however, it is not immaterial whether a person carrying on business, profession or vocation, since the purpose of assessment of profit from all of these treated as and taxed alike. So ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. So clearly, business then profession. Yes, sir. Yes, sir. So ഇവിടെ ശ്രദ്ധിക്കുക, മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. Method of accounting. So very important. Income chargeable under this head shall be computed in accordance with method of accounting regularly and consistently employed by the assessee either cash or mercantile basis. So PGBP ല് നമുക്ക് എന്താണ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്? ദാറ്റ് മീൻസ് സെക്ഷൻ 145 പ്രകാരം ഒന്നുകിൽ ക്യാഷ് ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഡബിൾ എൻട്രി മെർക്കൻഡൈൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഏതാണോ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അത് എന്ത് ചെയ്യാം എന്നാണ്? കണ്ടിന്യൂ ചെയ്യാം എന്നാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആസ് പെർ സെക്ഷൻ 145 പറയുന്നത്. സോ ഇത് സിസ്റ്റം ദാറ്റ് മീൻസ് എന്താണ് ക്യാഷ്? ഈ രണ്ട് സിസ്റ്റം എന്താണ്? ക്യാഷ് സിസ്റ്റവും മെർക്കൻഡൈൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്യാഷ് സിസ്റ്റവും മെർക്കൻഡൈൽ സിസ്റ്റവും എന്താണ് ആ ഡിഫറൻസ്? എന്താണ്? ക്യാഷ് സിസ്റ്റം എന്താണ്? ആക്ച്വൽ സോ ഞാൻ ഒരു ബിസിനസ്, ഒരു ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, ഞാൻ ഒരു സെയിൽ നടത്തി, എപ്പോഴേ ഞാൻ അത് ബുക്കിൽ വരവ് വെക്കുള്ളൂ? ക്യാഷ് കിട്ടി എന്നാണോ എനിക്ക് അതിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നാൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? സോ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റം ഡ്യൂ ബേസിസിലാണെങ്കിൽ ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നാൽ നമ്മൾ എന്ത് അക്കൗണ്ട് ചെയ്യും? സെയിൽ അക്കൗണ്ട് ചെയ്യോ അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽ നടന്ന് ആ ക്രെഡിറ്റർ നമുക്ക് ക്യാഷ് തന്നാലേ നമ്മൾ അക്കൗണ്ട് ചെയ്യത്തുള്ളൂ? സെയിൽ നടക്കുമ്പോൾ ദാറ്റ് മീൻസ് അതാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റം നമ്മൾ ഡ്യൂ ബേസിസിൽ അക്കൗണ്ട് ചെയ്യുന്നത്. ക്യാഷ് സിസ്റ്റം ആണെങ്കിൽ എന്താണ്? ഒന്നുകിൽ റിസീവ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ മാത്രം അക്കൗണ്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ക്യാഷ് സിസ്റ്റം. സോ നമ്മൾ നോർമലി പറയുന്നത് കമ്പനീസ് ആക്ട് എല്ലാം അതിനകത്തെല്ലാം പറയുന്നത് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ട് ഇൻകം ടാക്സ് പർപ്പസിന് ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് പർപ്പസിന് PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് റെഗുലർലി യൂസ് ചെയ്യുന്നത്? ക്യാഷ് സിസ്റ്റം ആണെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം എന്നാണ് എന്ത് പറയുന്നത്? മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആസ് പെർ സെക്ഷൻ 145 പറയുന്നു. ഓക്കെ ആണോ? സോ സെക്ഷൻ 28 ആണ് ചാർജിങ് സെക്ഷൻ. സോ സാലറി ചാർജിങ് സെക്ഷൻ എത്രയായിരുന്നു? 15. ഹൗസ് പ്രോപ്പർട്ടി ചാർജിങ് സെക്ഷൻ എത്രയായിരുന്നു? 22.
22. So അതേപോലെ PGBP ചാർജിങ് സെക്ഷൻ ആണ് സെക്ഷൻ 28. ഫോളോയിങ് ഇൻകം ഷാൽ ബി ടാക്സ്ഡ് അണ്ടർ ദ ഹെഡ് PGBP. സോ കുറെ PGBP ചാർജ് ചെയ്യുന്ന കുറച്ച് ഇൻകംസ് ആണ്. എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മളിപ്പോ പറഞ്ഞ ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് എൻടൈറ്റിൽമെന്റ് ലൈസൻസ്. സോ ഒരു അസറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് എൻടൈറ്റിൽമെന്റ് ലൈസൻസ് സെയിൽ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ്. ദെൻ ക്യാഷ് compensatory support or duty drawback. Profit on sale of duty entitled passbook scheme or duty free replenishment certificate. Any amount received under Keyman insurance policy. So other salary വേറെ ഒന്നിലും ഹെഡിലും ചാർജ് ചെയ്തില്ലെങ്കിൽ any gift or benefit purchased during due to business or profession. സോ ഉണ്ടോ മറ്റേ നമ്മൾ സാലറിയിൽ പറഞ്ഞല്ല എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. ബിസിനസ്സോ പ്രൊഫഷനോ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഗിഫ്റ്റോ ബെനിഫിറ്റോ പെർക്യൂസിറ്റോ അതെല്ലാം എവിടെ ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ സെക്ഷൻ 28 പറയാം. സോ നമ്മുടെ പർപ്പസ് നോക്കിയിട്ടാണ്, സോ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം ടു ദ എക്സ്റ്റെന്റ് അലൗഡ് അണ്ടർ സെക്ഷൻ 40B. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഉണ്ടോ ഒരു പാർട്ട്ണർക്ക് എനി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാലറി, ബോണസ്, കമ്മീഷൻ റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം. സോ പാർട്ട്ണർഷിപ്പ് ഫേമിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഇതിനകത്ത് വരില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ അല്ല വരുന്നത്. സോ അതുകൊണ്ട് 40B നമ്മൾ ഇൻഡെപ്ത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നോൺ കോമ്പീറ്റ് ഫീ. സോ ദാറ്റ് മീൻസ് എന്താണ് ഒരിടത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, നോട്ട് ടു ക്യാരി ഔട്ട് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ നോട്ട് ടു ഷെയറിംഗ് എനി നോ ഹൗ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്. സോ ഇതെല്ലാം അങ്ങനെ കിട്ടുന്ന ഒരു പേയ്മെന്റ് എവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? PGBP-ലാണ്. ഇൻകം ഡിറൈവ്ഡ് ബൈ എ ട്രേഡ്, പ്രൊഫഷണൽ ഓർ സിമിലർ അസോസിയേഷൻ. ദെൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെന്ററി ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് വിച്ച് കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. സോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എനി കോമ്പൻസേഷൻ ഓർ എനി അതർ പേയ്മെന്റ് ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ at or in connection with the termination or modification of the terms and conditions for any contract relating to his business. Okay. So ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന പേയ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ എവിടെ കവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 28 പ്രകാരം PGBP അണ്ടറിൽ ടാക്സ് ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. Next one. Speculation business. It means a transaction in which contract for the purchase or sale of any commodity including stocks and shares is periodically or ultimately settled otherwise than by actual delivery or transfer of commodity. No, actual delivery or transfer of commodity or goods. So actual delivery illade stock or shares or എന്തെങ്കിലും including sale of any commodity including stock and shares. That means നമ്മൾ നോർമലി കടയിൽ ചെന്ന് വാങ്ങി ഫിസിക്കലി നമുക്ക് ഡെലിവറി കിട്ടുന്നത് മാറാതെ, സോ ഓൺലൈൻ ആയിട്ടുള്ള ട്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷെയർ വാങ്ങിച്ചു, അവിടെ തന്നെ ഷെയർ വിറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും കമോഡിറ്റീസ് അത് എന്താണ് ഓൺലൈനായിട്ട് മേടിച്ചു, അത് ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ടൺ നമ്മൾ മേടിച്ചു, ആക്ച്വലി നമ്മുടെ പ്രീമൈസിലേക്ക് അത് വരുന്നില്ല, അവിടെ വെച്ച് തന്നെ സോ നമ്മുടെ പേരിലേക്ക് ദാറ്റ് മച്ച് എമൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേരിലേക്ക് ആവും അത്. പിന്നീട് നമുക്കത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെയിൽ നടത്തണമെങ്കിൽ ഫിസിക്കൽ ഡെലിവറി, അവരും അതേപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ഡെലിവറി എടുക്കുന്നില്ല. ഇങ്ങനെ ആക്ച്വൽ ഡെലിവറി ഇല്ലാതെ നടത്തുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്കുലേഷൻ ബിസിനസ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്. Then transaction not deemed to be speculative business. Hedging contract in respect of raw materials or merchandise, stocks and shares. Then hedging a forward contract, trading in derivative through recognized stock exchange, trading in commodities derivatives through recognized association. So ഇതൊന്നും എന്തായിട്ട് കണക്കാക്കില്ല? സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ട് കണക്കാക്കില്ല. എന്താണ്? നോർമൽ ബിസിനസ് ആയിട്ട് കണക്കാക്കുള്ളൂ. Speculative business shall be treated as separate and distinct business because normal ബിസിനസ്സിലുമായിട്ട് നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ഡെലിവറി ഇല്ലാത്ത ബിസിനസ്. സോ ഈ പറയുന്ന ഹെഡ്ജിങ്, ഫോർവേഡ് കോൺട്രാക്ട്, ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ട്രേഡിംഗ് ഇൻ കമോഡിറ്റീസ് derivatives through recognized association. ഇതെല്ലാം എന്താണ്? സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ട് not deemed to be a speculative transaction. That means എന്തായിട്ട് തന്നെ കണക്കാക്കും? നോർമൽ ബിസിനസ് ആയിട്ട് തന്നെ കണക്കാക്കും. സോ നോർമൽ ബിസിനസ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഉണ്ടെങ്കിൽ
നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ വൊക്കേഷൻ എടുത്ത പോലല്ല, നോർമൽ ബിസിനസ്സും സ്പെക്കുലേറ്റീവ് ബിസിനസ്സും എന്തായിട്ട് ഡിസ്റ്റിങ്ക്ട് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Okay, then. So PGBP income, profit and gains under PGBP. Okay. So computation of income under the head PGBP. So PGBP നമ്മൾ ഒരു ഇൻകം കണ്ടുപിടിക്കുന്നത് സെക്ഷൻ 29 പ്രകാരമാണ്. Okay, സെക്ഷൻ 29 പ്രകാരമാണ്. So PGBP ഒരു ഇൻകം കണ്ടുപിടിക്കുന്നത് to be computed in accordance with provisions of section 30 to section 43D ഇതുവരെ ഈ പറയുന്ന പ്രൊവിഷൻസ് കണ്ടോ. 28 ചാർജിങ് സെക്ഷൻ. സോ എന്താണ്, നോർമൽ ബിസിനസ്സോ പ്രൊഫഷനോ അല്ലെങ്കിൽ ലൊക്കേഷനോ എല്ലാം തന്നെ എന്തിന്റെ അണ്ടറിൽ ചാർജ് ചെയ്യും, ബിസിനസിന്റെ അണ്ടറിൽ PGBP ചാർജ് ചെയ്യും എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 29 എങ്ങനെ ആണ് ഈ PGBP ഇൻകം കണ്ടുപിടിക്കുന്നത്. സോ സെക്ഷൻ 29 എന്താണ് പറയുന്നത്, സെക്ഷൻ 30 മുതൽ സെക്ഷൻ 43D വരെയുള്ള സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്രൊവിഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സെക്ഷൻ 29 പ്രകാരം എന്ത് PGBPയുടെ ഇൻകം കണ്ടുപിടിക്കും. ഇൻകം അണ്ടർ ദ ഹെഡ് PGBP കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ ആണോ? Yes, sir. നമ്മൾ ഇനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ സെക്ഷൻ 30. ഇവിടെ ഒന്ന് സെക്ഷൻ 30 മുമ്പ്. സോ PGBP ഇൻകം അണ്ടർ സെക്ഷൻ 29 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരും. സെക്ഷൻസ് ഓരോ നമ്മൾ ഫസ്റ്റ്, അതായത് നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ അതിൽ കുറയ്ക്കാവുന്ന എക്സ്പെൻഡിച്ചർ, അഡ്മിസിബിൾ ഡിഡക്ഷൻസ്. സോ ഇത് നമ്മൾ പറയുന്നത് സെക്ഷൻ 30 ടു സെക്ഷൻ 37 ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് കുറയ്ക്കാം. സോ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ P&L, നമുക്ക് P&L എന്ന രീതിയിലല്ല പറയുന്നത്. സോ ഇൻകത്തിൽ P&L-ലേക്ക് എന്ത് ചെയ്യാം, അതായത് PGBPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്, P&L പോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. സോ ഡിഡക്ട് ചെയ്യാൻ മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, P&L ഡെബിറ്റ് ചെയ്യാവുന്ന PGBPയുടെ എന്താണ് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറയ്ക്കാവുന്ന, ദാറ്റ് മീൻസ് നമ്മളൊരു P&L പോലെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഡെബിറ്റ് ചെയ്യാവുന്ന എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നത്, അല്ലെങ്കിൽ അലോവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. എന്ത് മുതൽ എന്ത് വരെ, സെക്ഷൻ 30 to 37. Okay, then inadmissible deductions. So inadmissible ആയിട്ടുള്ള ഡിഡക്ഷൻസ് പറയുന്നത് സെക്ഷൻ 40 സെക്ഷൻ 40. Next one, expenses or payment. Expenses or payment not deductible under certain circumstances. Section 40 capital A. So ഇന്നത്തെ നമ്മൾ 2-3 subsections ഒക്കെ ഡിസ്കസ് ചെയ്യും. Then profit chargeable to tax, section 41. Then other provisions. ഇത്രയാണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററില്, ഈ ഒരു ഹെഡില്. സെക്ഷൻ 30 ടു സെക്ഷൻ 43D വരെയുള്ള സെക്ഷൻ. സോ അതിനകത്ത് കുറെ സബ്സെക്ഷൻസ്, അതിനകത്ത് വരുന്ന പ്രൊവിഷൻസ്. ദാറ്റ് മീൻസ് PGBP ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, ഇത്രയും സെക്ഷൻസ് അതിലെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അണ്ടർ സെക്ഷൻ 29 പ്രകാരം
PGBP ഇൻകം കണ്ടുപിടിക്കുന്നതിന്. ക്ലിയർ അല്ലേ? Yes, sir. Then first one, section 30. Section 30. Section 30. Section 30. Rent, comma, rates, comma, taxes, comma, repairs, and insurance of building. So that means എന്താണ് നമുക്ക് പറയാവുന്നത്? സെക്ഷൻ 30 എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു എ ബിൽഡിംഗ്. Expenditure relating to a building. Okay. So very important. നമ്മൾ കണ്ടോ ബിൽഡിംഗ്. സോ ബിൽഡിംഗ് ഇതാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? എവിടെ കേട്ടിട്ടുണ്ട്? ഹൗസ് പ്രോപ്പർട്ടി അല്ലെ? സോ അതിനകത്ത് നമ്മൾ സെക്ഷൻ 22 പ്രത്യേകിച്ച് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് എവിടെ എന്താണ്? ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. ക്ലിയർ അല്ലേ? Yes, sir. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? റെന്റ്, റേറ്റ്സ്, ടാക്സസ്, റിപ്പയർസ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു ഓൺ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന് റെന്റ് കൊടുക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ എഴുതാം. പർട്ടിക്കുലേഴ്സ്, then rent, rates and taxes, then insurance, then repairs. Okay. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഒരു ബിസിനസ്സോ ഒരു പ്രൊഫഷനോ നടത്തുന്ന ഒന്നുകിൽ എൻ്റെ എന്താകാം ഓൺ ബിൽഡിങ്ങിലാകാം, അല്ലെങ്കിൽ ഹയർഡ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഞാനൊരു ടെനന്റ് ആയിട്ട് ആകാം അല്ലെ? സോ രണ്ട് രീതിയിലല്ലേ ഞാൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനിൽ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ എൻ്റെ സ്വന്തം ബിൽഡിംഗ് ആകാം, ഓൺ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഞാൻ ടെനന്റ് ആയിട്ട് എന്താണ് ഹയർഡ് ബിൽഡിംഗ് അല്ലെ? സോ എൻ്റെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ഞാൻ അതിനകത്ത് റെന്റ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ റെന്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ ഓൺ ബിൽഡിംഗ്, സോ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ അവിടെയാണ് എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ്. സോ ഈ സ്ഥലത്ത് തന്നെ വേറൊരാള് അതേപോലെ തന്നെ ബിൽഡിംഗ് റെന്റ് എടുക്കും. സോ ദാറ്റ് മീൻസ് ഞാൻ ഇത് റെന്റിന് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര റെന്റ് ആയേനെ എന്ന് പറഞ്ഞ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ് റെന്റ് അല്ല, ഒറ്റ കാര്യമുള്ളൂ. ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ആ അസറ്റ് എവിടെ കാണിക്കും? ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യത്തില്ലേ? സോ അവിടെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടാണ് വരുന്നത്. സോ അവിടെ അങ്ങനെയുള്ള ഒരു ഓൺ ബിൽഡിങ്ങിന് അഗൈൻസ്റ്റ് ആയിട്ട് P&L നമ്മൾ ഡെബിറ്റ് ചെയ്യുമോ? റെന്റ് പെയ്ഡ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് പറ്റുമോ? പോസിബിൾ ആണോ? ഈ ഒരു സ്ഥലത്ത് ഞാൻ ഈ പറയുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ഇത്ര ഏരിയ ഞാൻ റെന്റിന് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ചെലവായേനെ, അതുകൊണ്ട് ഞാനിത് കുറയ്ക്കുവാന്ന് പറഞ്ഞ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് എന്താണ് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ റെന്റ് നമുക്ക് കിട്ടില്ല. ദെൻ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ റേറ്റ്സോ ടാക്സസോ ബിൽഡിങ്ങിന് അഗേൻസ്റ്റ് പേ ചെയ്യുന്നത് കിട്ടുമോ ഇല്ലയോ? കിട്ടും. സോ നമുക്ക് P&L, അതായത് ബിസിനസിന്റെ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് P&L സോ ഇൻകത്തിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാവുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? റേറ്റ്സ്, ടാക്സസ്. ദെൻ ഇൻഷുറൻസ്.
സോ എൻ്റെ ഓൺ ബിൽഡിങ്ങിലാണ് ഞാൻ എൻ്റെ ബിസിനസ് നടത്തുന്നത്. സോ എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് തിരിച്ചു കിട്ടണം. എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനോ സംഭവിച്ചാൽ എനിക്ക് എന്താണ് ഉടനെ തന്നെ അത്രയും വലിയൊരു ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിന് ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ എന്താണ് ഇൻഷുർ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് പേ ചെയ്യേണ്ടി വരും? ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്താൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലൗഡ് ആണോ അല്ലയോ? ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോ ചെയ്യുവോ? എൻ്റെ ബിസിനസ്സിനുള്ള ഒരു ബിൽഡിംഗ് ഞാൻ ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. ആ ബിസിനസ്സിന് എന്തെങ്കിലും ഡാമേജോ ഡിസ്ട്രക്ഷനോ സംഭവിച്ചാൽ ഉടനെ തന്നെ എനിക്ക് അത്രയും കോസ്റ്റിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ ബിസിനസ്സിലുള്ള ബിൽഡിംഗ്, എൻ്റെ പ്രൊഫഷണൽ ബിസിനസ്സിലുള്ള ബിൽഡിംഗ് ഞാൻ ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നുണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ആ ഇൻഷുറൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ പേ ചെയ്ത ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യുവോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടില്ല? തോന്നുന്നു. സോ എന്തിനു വേണ്ടിയാണ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നത്? സോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഉടനെ തന്നെ എന്താണ് ഇൻഷുറൻസ് കമ്പനി എനിക്ക് ആ ഒരു ഫണ്ട് തന്ന ഉടനെ തന്നെ ബിസിനസ് കണ്ടിന്യൂവേഷൻ, ദാറ്റ് മീൻസ് ബിസിനസ്സിന് എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും വരാതെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ക എന്ത് വേണ്ടിയാണ്? പ്യൂർലി സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അഗേൻസ്റ്റ് പേ ചെയ്യുന്ന പ്രീമിയം എനിക്ക് എവിടെ കുറയ്ക്കാം അല്ലെങ്കിൽ എവിടെ ഡിഡക്ഷൻ ആയിട്ട് അലൗഡ് ആണ് ബിസിനസ്സിൽ. ക്ലിയർ ആണോ? റിപ്പയർസ്, എൻ്റെ ബിൽഡിങ്ങിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പയർസ് എനിക്ക് ബിസിനസ്സിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് അലൗഡ് ആണോ അല്ലയോ? സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. റിപ്പയർസ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. റിപ്പയർസിൽ തന്നെ റവന്യൂ റിപ്പയർസ്, then capital repairs. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു റിപ്പയർ ചെയ്യുന്നു. സോ ഒരു ബിൽഡിങ്ങിന് ഞാൻ പറയാം, രണ്ട് കേസ് ഞാൻ പറയാണ്. സോ എൻ്റെ ഒരു ബിൽഡിംഗ് ഒരു ഉണ്ട്, അവിടെ എന്താണ് നോർമലി തറ മാറ്റിയിട്ട് ഞാൻ ടൈലിടുകയാണ്. സോ അത് ക്യാപിറ്റൽ റിപ്പയർ ആണോ റവന്യൂ റിപ്പയർ ആണോ? റവന്യൂ റിപ്പയർസ്. സോ റവന്യൂ റിപ്പയർസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലൗഡ് ആസ് ഡിഡക്ഷൻ. നേരെ മറിച്ച് ക്യാപിറ്റൽ റിപ്പയർസ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് എനിക്കിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ കൂടെ ചേർന്ന് ഒരു റൂമോ അല്ലെങ്കിൽ 2 റൂമോ കൂടെ പണിയുകയാണെങ്കിൽ നോർമലി നമ്മൾ അത് എന്താണ് ചെയ്യുന്നത്? P&L കാണിക്കോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കോ? അസറ്റ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിപ്പയർസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? സെക്ഷൻ 30 കവർ ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് വരുന്ന ക്യാപിറ്റൽ റിപ്പയർസ് ആണെങ്കിൽ എവിടെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടില്ല? അലൗഡ് ആസ് ഡിഡക്ഷൻ അല്ല. സോ ദാറ്റ് മീൻസ് റവന്യൂ റിപ്പയർസ് മാത്രം P&L കാണിക്കാൻ പറ്റുന്ന ക്യാപിറ്റലൈസ് ചെയ്യാത്ത, ക്യാപിറ്റൽ റിപ്പയർസ് അല്ലാത്ത അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യാത്ത റിപ്പയർസിന് എന്ത് ചെയ്യും? P&L കാണിക്കാം. സോ ദാറ്റ് മീൻസ് സെക്ഷൻ 30 പ്രകാരം അലൗഡ് ആസ് ഡിഡക്ഷൻ. ദാറ്റ് മീൻസ് ബിൽഡിങ്ങോട്ട് ബന്ധപ്പെട്ട് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ എന്ത് കിട്ടില്ല? റെന്റ് കിട്ടില്ല, റേറ്റ്സ് ആൻഡ് ടാക്സസ് കിട്ടും, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്ത് കിട്ടും. റിപ്പയർസ് ആണെങ്കിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ? റവന്യൂ റിപ്പയർസ്. ക്യാപിറ്റൽ റിപ്പയർസ് നമുക്ക് എന്തായിട്ട് കിട്ടില്ല? ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല അണ്ടർ സെക്ഷൻ 30. ക്ലിയർ ആണ്? എന്റെ ഓൺ ബിൽഡിംഗ് അല്ല, ഞാൻ ടെനന്റ് ആയിട്ടാണ്, ദാറ്റ് മീൻസ് റെന്റിന് എടുത്തിരിക്കുകയാണ്. ആ ബിൽഡിംഗ്, അതായത് ഞാൻ എന്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ യൂസ് ചെയ്യുന്ന ബിസിനസ് ബിൽഡിംഗ് ഞാൻ റെന്റിന് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പേ ചെയ്യുന്ന റെന്റ് എന്റെ ബിസിനസ്സിൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ ഇല്ലയോ? കിട്ടും അല്ലേ? ദെൻ റേറ്റ്സോ ടാക്സസോ നമ്മൾ ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടും. ദെൻ ഇൻഷുറൻസ് പ്രീമിയം എന്തെങ്കിലും നമ്മൾ ആ ഒരു
ടെനന്റ് പേരുണ്ടെങ്കിൽ അതും കിട്ടും. ഇവിടെ റവന്യൂ റിപ്പേഴ്സ് കിട്ടും, എന്ത് കിട്ടില്ല? ക്യാപിറ്റൽ റിപ്പേഴ്സ് കിട്ടില്ല. സോ റെന്റ് കിട്ടണമെങ്കിൽ ഇംപ്യൂട്ടഡ് റെന്റ്, ദാറ്റ് മീൻസ് ഇത് എന്റെ സ്വന്തം ബിൽഡിംഗ് ആണ്, പക്ഷെ ഇത് ഞാൻ റെന്റിന് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ റെന്റിനാണ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് സെയിം ഈ പറയുന്ന ഏരിയയിൽ സെയിം ബിൽഡിങ്ങിന് ഇത്ര റെന്റ് ഉണ്ട്, അത് ഞാൻ കുറയ്ക്കുകയാണ്. ഇംപ്യൂട്ടഡ് റെന്റ് ആ ഒരു കോൺസെപ്റ്റ് എന്തിലില്ല? ഇൻകം ടാക്സിലില്ല. അതുകൊണ്ട് റെന്റ് പെയ്ഡ് ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ അല്ലേ? ആണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സോ ഫസ്റ്റ് സെക്ഷൻ 30 ഇതാണ് പറയുന്നത്. ബിൽഡിങ്ങുമായിട്ട് ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രൊഫഷനോ യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുക. അലൗഡ് ആസ് ഡിഡക്ഷൻ മീൻസ് ദാറ്റ് മീൻസ് എനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചതിന് ശേഷമാണ് കിട്ടുന്നത്. സോ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റെന്റ് കിട്ടില്ല, റേറ്റ്സ് ആൻഡ് ടാക്സസ് കിട്ടും, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് കിട്ടും, ബട്ട് ക്യാപിറ്റൽ റിപ്പേഴ്സ് കിട്ടില്ല. എന്ത് കിട്ടും? റവന്യൂ റിപ്പേഴ്സ്. സോ ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പേഴ്സ്, ദാറ്റ് മീൻസ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യുക? ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക കോസ്റ്റ്. ദെൻ റിപ്പേഴ്സ്, റവന്യൂ റിപ്പേഴ്സ് ആണെങ്കിലോ അലൗഡ് ആസ് ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ സെക്ഷൻ 30 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ബിൽഡിംഗ്. സോ നമ്മൾ Pgbp പറയുകയാണെങ്കിൽ സെക്ഷൻ 28 എന്താണ്? ചാർജബിലിറ്റി സെക്ഷൻ അല്ലേ? സെക്ഷൻ 29 കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ലോസ് അണ്ടർ ദ ഹെഡ് Pgbp. സോ ഈ സെക്ഷൻ 29 ഇൻകം കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? സെക്ഷൻ 30 മുതൽ സെക്ഷൻ 43D വരെയുള്ള പറയുന്ന പ്രൊവിഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ്. സോ നമ്മൾ ആദ്യം സെക്ഷൻ 30 ഇതായിരുന്നു സെക്ഷൻ 30 എക്സ്പെൻസസ്. ജസ്റ്റ് നമ്മൾ ഒരു ഹെഡ് മാത്രമാണ് എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു ഡാഷ് ബിൽഡിംഗ് അല്ലെ? സോ നമ്മൾ സെക്ഷൻ 30 ഇൻഡെപ്തിൽ പോകുമ്പോഴാണ് എന്ത്? ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറുകളായ ഇത്രയും കാര്യങ്ങൾ, റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ് പ്രീമിയം, ദെൻ റിപ്പേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓണർ ആണ് ബിൽഡിങ്ങിന്റെ ഓണർ, അതായത് എന്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ഞാൻ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തുന്നെങ്കിൽ എന്തെനിക്ക് കിട്ടില്ല? റെന്റ് പെയ്ഡ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് റെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെന്റ് ഞാൻ റെന്റിന് എടുത്തിരുന്നെങ്കിൽ ഇത്രയാണ് റെന്റ് പേ ചെയ്യേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഡിഡക്ട് ചെയ്യുകയാണ്, ഇതെന്റെ ഓൺ ആയതുകൊണ്ട് ശരിക്കും ആക്ച്വലി ഇതേ സ്ഥലത്ത് ഞാൻ വേറെ ഒരു ബിൽഡിംഗ്, ഇതേ രീതിയിലുള്ള ബിൽഡിംഗ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര റെന്റ് ആവുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ്. ആ കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ റെന്റ് കിട്ടത്തില്ല. പിന്നെ കിട്ടാത്ത ഏതാണ്? ക്യാപിറ്റൽ റിപ്പേഴ്സ്. ക്യാപിറ്റൽ ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യും? നമ്മൾ ഫിക്സഡ് അസറ്റിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യും. സോ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ശരിക്കും ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഉടനെ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഡിപ്രീസിയേഷൻ കിട്ടും ക്യാപിറ്റൽ ആണെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്താൽ സെക്ഷൻ 32 പ്രകാരം നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഹയർഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ടെനന്റ് ആയിട്ടാണ് നമ്മൾ റെന്റഡ് ബിൽഡിംഗ് ആണെങ്കിൽ എന്തൊക്കെ കിട്ടും? റെന്റ് കിട്ടുമോ? റെന്റ് ആക്ച്വലി പെയ്ഡ് കിട്ടും. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ് കിട്ടും, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും, ദെൻ റിപ്പേഴ്സും റവന്യൂ റിപ്പേഴ്സ് കിട്ടും. ക്യാപിറ്റൽ റിപ്പേഴ്സ് നമുക്ക് എന്തായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സെക്ഷൻ 30 കിട്ടില്ല. ക്ലിയർ ആണോ? സെക്ഷൻ 30. Next one, section 31. Section 31. Section 31. Section 31. Then very important. Insurance, then repairs of
plant and machinery and furniture. So very important. ശരിയാവട്ടെ, ഇതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരികയാണ്. സെക്ഷൻ 31 എന്തുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് പറയുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. ഫർണിച്ചർ വിട്ടുപോകരുത്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. പക്ഷെ കണ്ടോ, ഇവിടെ സെക്ഷൻ 31 ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ? ഇൻഷുറൻസ്, റിപ്പയർസ്. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. particulars. Rent, insurance, repairs. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഓൺ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ഫർണിച്ചറോ ആണെങ്കിൽ അതിനകത്ത് റെന്റ് വന്നാൽ റെന്റ് വരുമോ? വരില്ല. ദെൻ ഞാൻ ഓൺ ചെയ്യുന്ന എൻ്റെ ഒരു മെഷീനറി, ബിസിനസിന്റെ ഒരു മെഷീനറിയാണ്, 50 lakhs വരുന്നതാണ്. സോ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് അത് വേണം. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ബിസിനസ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സോ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ എനിക്ക് കമ്പൽഷനോ മുടക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ മെഷീനറി ഇൻഷുർ ചെയ്യും. ദെൻ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ എനിക്ക് ആര് ഫണ്ട് തരും? ഇൻഷുറൻസ് കമ്പനി ഫണ്ട് തരും. സോ ദാറ്റ് മീൻസ് ഞാൻ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എന്റെ ബിസിനസിന്റെ അല്ലെങ്കിൽ എന്റെ പ്രൊഫഷന്റെ സ്മൂത്ത് കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തത് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യോ ഇല്ലയോ? അലോ ചെയ്യും. ദെൻ റിപ്പയേഴ്സിൽ എന്റെ മെഷീനറിയുടെ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, കുറെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. സോ അതിന്റെ എല്ലാം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതിന്റെ എല്ലാം നട്ടും ബോൾട്ടും കൂടെ മാറി. സോ അത് മാറി വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ എനിക്ക് ഒത്തിരി മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, എല്ലാത്തിന്റെ ഒരുമിച്ച് മാറി. എനിക്കൊരു 5 ലക്ഷം രൂപ ചിലവായി. അതുകൊണ്ട് എനിക്ക് ആ റിപ്പയേഴ്സ് വരുന്നത് റവന്യൂ റിപ്പയേഴ്സ് ആയിട്ട് കണക്കാക്കോ ക്യാപിറ്റൽ റിപ്പയേഴ്സ് ആയിട്ട് കണക്കാക്കും? സോ ജസ്റ്റ് ഒരു വാല്യൂ വെച്ചിട്ടാണ് അല്ല നമ്മൾ റവന്യൂ റിപ്പയർ ആണോ ക്യാപിറ്റൽ. സോ ആ മെഷീനറിയുടെ ദാറ്റ് പാർട്ട്, അതായത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടുള്ള റിപ്പയേഴ്സ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിപ്പയർ ആവും. സോ അല്ലാത്ത റവന്യൂ റിപ്പയേഴ്സ് ഒക്കെ എന്താണ്? ഇവിടെ അലോ ചെയ്യും. ക്യാപിറ്റൽ റിപ്പയർ ദാറ്റ് മീൻസ് അതിന്റെ ഒരു മേജർ പാർട്ട്, മെഷീനറിയുടെ തന്നെ വർക്ക് ചെയ്യാൻ ആവശ്യമായ മേജർ പാർട്ടാണ് മാറുന്നതെങ്കിൽ അത് എന്തേ ചെയ്യുള്ളൂ? നമ്മൾ ഫിക്സഡ് അസറ്റ് ആയിട്ട് കാണിക്കുള്ളൂ. ദാറ്റ് മീൻസ് ക്യാപിറ്റലൈസ് ചെയ്യത്തുള്ളൂ. ആ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ട് എവിടെ കാണിക്കാൻ പറ്റില്ല? സെക്ഷൻ 31. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ശ്രുതി? ദെൻ ഇവിടെ ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ റെന്റിനെടുത്തു. റെന്റഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചറോ ആണെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിനെടുത്താൽ, സോ എന്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിനെടുത്തു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് റെന്റ് കൊടുക്കുന്നത് പ്യൂർലി എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസിന് വേണ്ടിയിട്ടാണ്. സോ ബിസിനസിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ബിസിനസ്സിൽ കുറയ്ക്കാൻ പറ്റണം അല്ലെ? സോ ഇവിടെ നോക്കിയേ, നമ്മൾ ഹെഡ് പറഞ്ഞപ്പോഴത്തേക്കും സെക്ഷൻ 30 പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് റെന്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് റിപ്പയേഴ്സ്. റിപ്പയേഴ്സ് ഇൻ ദ സെൻസ് റവന്യൂ റിപ്പയേഴ്സ് മാത്രം. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? സെക്ഷൻ 31 ഇൻഷുറൻസ് പ്രീമിയം റിപ്പയേഴ്സും പറഞ്ഞിട്ടില്ല, റെന്റ് പെയ്ഡ് പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ പ്യൂർലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസിനാണെങ്കിൽ ഞാൻ റെന്റ് കൊടുത്താൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് ബിസിനസ്സിൽ കുറച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ഫർണിച്ചറോ റെന്റിനെടുത്താൽ റെന്റ് കൊടുത്തത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷേ എന്തിൽ കിട്ടത്തില്ല?
allowed as deduction, but section 31 പ്രകാരം കിട്ടത്തില്ല. Not as per section 31. ബട്ട് നമുക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 37 പ്രകാരം നമുക്ക് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് മെൻഷൻ ചെയ്യാഞ്ഞത്, റെന്റ് മെൻഷൻ ചെയ്യാതെ ഇൻഷുറൻസും റിപ്പയേഴ്സും മാത്രം. സോ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ റെന്റിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, ഇമ്പ്യൂട്ടഡ് റെന്റ് കിട്ടില്ല. ബട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഞാൻ എന്റെ ബിസിനസ് പർപ്പസിനോ പ്രൊഫഷണൽ പർപ്പസിനോ വേണ്ടി മാത്രം റെന്റിന് എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ റെന്റ് എന്റെ ബിസിനസ്സിലെ എക്സ്പെൻഡിച്ചർ ആയിട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ സെക്ഷൻ 31 പ്രകാരം പറ്റത്തില്ല. നിങ്ങൾ എന്തിനകത്ത് ചെയ്തോ, സെക്ഷൻ 37 പ്രകാരം ചെയ്തോളൂ. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. സെക്ഷൻ 31 പ്രകാരം പറ്റത്തില്ല, ബട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 37 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലാണ്, അതായത് 30 ഉണ്ടോ, ഫസ്റ്റ് നമ്മൾ ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 30 to 37 ആണ്. സോ നമ്മൾ 30 to 36 സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ അതിൽ വന്നിട്ടില്ല, ബട്ട് പ്യൂർലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിൽ സെക്ഷൻ 37 അട്രാക്ട് ചെയ്യും. ദെൻ അതിനകത്ത് എന്ത് ചെയ്യും, ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. സോ 37 നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നുകൂടെ നമ്മൾ പറയും. ഇപ്പൊ ക്ലിയർ അല്ലേ? Yes, sir. ഇൻഷുറൻസോ അലൗഡ് ആണ്, റവന്യൂ റിപ്പയേഴ്സ് അലൗഡ് ആണ്, ക്യാപിറ്റൽ റിപ്പയേഴ്സ് നോട്ട് അലൗഡ്. ക്യാപിറ്റൽ റിപ്പയേഴ്സ് നോട്ട് അലൗഡ്. ഓക്കെ അല്ലേ? Yes, sir. സെക്ഷൻ 30, 31 ക്ലിയർ അല്ലേ? സെക്ഷൻ 30 മീൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്? Building, ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ. എന്തൊക്കെ കിട്ടും? rent, rate and Rent, taxes, repair, rates and taxes, repairs, insurance. ഇൻഷുറൻസ്. ദെൻ സുധി ഓൺ ബിൽഡിങ്ങിനാണെങ്കിൽ റെന്റ് കിട്ടുമോ, അലോ 30 കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. സോ ക്യാപിറ്റൽ റിപ്പയേഴ്സ് കിട്ടുമോ ഗൗരി? ഇല്ല, കിട്ടില്ല. സോ ടെനന്റ് ആയിട്ട് റേറ്റ്സ് ആൻഡ് ടാക്സസ് പേ ചെയ്താൽ കിട്ടുമായിരുന്നേ? കിട്ടും. ക്ലിയർലി? സോ സെക്ഷൻ 31 വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ഒഴിവായി? റെന്റ് ഒഴിവായി, ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ്. സോ അവിടെ എന്തൊക്കെയാണ്? ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡും റിപ്പയേഴ്സ്. റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തണം, ഒൺലി റവന്യൂ റിപ്പയേഴ്സ്. സോ അടുത്ത സെക്ഷനായി സെക്ഷൻ 31 എന്തായിരുന്നു? എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു Plant and machinery and furniture. plant and machinery and furniture. Clearly? So section 28, section 29, section 30 and 31. Okay. Yes, sir. Yes, sir. Then next one. So most important sections ഒരെണ്ണം section 32 depreciation. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് എക്സാമിന്. റിട്ടൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ. സെക്ഷൻ very important, section 32 depreciation. So very important, very important section, section 32 depreciation. First, conditions to claim depreciation. So നമ്മുടെ സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറയാമോ?
സോ എൻ്റെ ബിസിനസ്സിൽ ഒരു അസറ്റ് ഉണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എനിക്കൊരു അസറ്റ് ഉണ്ട്, അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ യൂസ് ചെയ്തിട്ടുണ്ടാകും. പ്രീവിയസ് ഇയറിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഫസ്റ്റ് അസറ്റ് should be used for business or profession. Asset should be used for business or profession. So in the previous year. Okay. So previous year le asset use ചെയ്തിട്ടുണ്ടാകണം. Okay. Then വേറൊരു കണ്ടീഷൻ എന്താണ്? ഞാൻ ഒരു ബിസിനസ്സിൽ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് ഞാൻ റെന്റിന് എടുത്തതാണ്, എൻ്റെ ഓണർഷിപ്പിലുള്ളതല്ല, ഞാൻ റെന്റിന് എടുത്തതാണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, പറ്റില്ല. പറ്റില്ല. സോ ഞാൻ റെന്റിന് എടുത്തതാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ബിൽഡിംഗ് ആണെങ്കിൽ സെക്ഷൻ 30 പ്രകാരം ക്ലെയിം ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ റെന്റ് കൊടുത്തത് എനിക്ക് എന്താണ്? സെക്ഷൻ 37 പ്രകാരം ക്ലെയിം ചെയ്യാം. സോ നിങ്ങൾക്ക് ആയത് ക്ലെയിം ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തും പറഞ്ഞു വരരുത്, അതിന്റെ ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് വരരുത്. സോ അസസി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? അസസി should be the owner of such asset. അസസി എന്തായിരിക്കണം? ആ അസറ്റിന്റെ ഓണർ ആയിരിക്കണം. ക്ലിയർ ആണോ? സോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ ഒരു അസറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ രണ്ട് ബേസിക് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആ പർട്ടിക്കുലർ അസറ്റ് നമ്മുടെ ബിസിനസിനോ പ്രൊഫഷനോ പ്രീവിയസ് ഇയർ യൂസ് ചെയ്തിരിക്കണം. Then അസസി ഷുഡ് ബി ദ ഓണർ. എന്താണ്? അസസി ആ അസറ്റിന്റെ ഓണർ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര സമയം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര സമയം? ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ ഇത്ര ദിവസം യൂസ് ചെയ്യണം, അസറ്റ് ഇത്ര ദിവസമെങ്കിലും യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഒരു ദിവസം യൂസ് ചെയ്താൽ നമുക്ക് എന്തിന് എലിജിബിൾ ആണ്? അല്ലെ? എന്റെ ഓണർഷിപ്പിലുള്ള ഒരു അസറ്റ് എന്റെ ബിസിനസ്സിലോ പ്രൊഫഷനിലോ ഈവൻ സിംഗിൾ ഡേ യൂസ് ചെയ്താലും എന്ത് കവർ ചെയ്യും? യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ നിങ്ങൾ ചിലപ്പോൾ കടന്ന് ചിന്തിക്കരുത്, ഇത്ര ദിവസം 180 ഡേയ്സിൽ കുറവാണെങ്കിൽ. സോ അവിടെ പറയുന്നത് ആക്ച്വൽ ഡിപ്രീസിയേഷൻ കിട്ടുന്ന റേറ്റിന്റെ വ്യത്യാസം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴും ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ എന്താണ്? ഒരു ദിവസം യൂസ് ചെയ്താലും എന്ത് കിട്ടും? ഡിപ്രീസിയേഷന് എലിജിബിൾ ആകും. സോ യൂസ് ടൈം പറയുകയാണെങ്കിൽ ഈവൻ സിംഗിൾ ഡേ യൂസ് ചെയ്താലും എന്തിന് എലിജിബിൾ ആണ്? ഡിപ്രീസിയേഷന് എലിജിബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ ശ്രുതി? Then ഇനി വേറെ ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. യൂസ് മീൻസ് ആക്റ്റീവ് ഓർ പാസീവ് യൂസ്. സോ ഇവിടെ എന്താണ് ആക്റ്റീവ് ഓർ പാസീവ് യൂസ്? സോ നമ്മുടെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പോയിന്റ്. നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു മെഷീനറി, സോ ദാറ്റ് മീൻസ് ബിസിനസിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു മെഷീനറി.
സോ ആ മെഷീനറി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ ആ മെഷീനറി ഉണ്ടെങ്കിലേ എന്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ഷൻ ആണ് എന്റെ പ്രോസസ്, അത് എന്റെ കമോഡിറ്റി, എന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ എനിക്ക് ഒരു മിനിറ്റ് പോലും എന്താണ് എനിക്ക് ഡൗൺ ടൈം, ദാറ്റ് മീൻസ് ആ മെഷീനറി അല്ലെങ്കിൽ ഞാൻ എന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ മെഷീനറി പ്രവർത്തിക്കാതിരിക്കരുത്. സോ അതിന് വേണ്ടിയിട്ട് ആ മെഷീനറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാൻഡ് ബൈ മെഷീനറി വെക്കുകയാണ്, സ്റ്റാൻഡ് ബൈ മെഷീനറി. സോ ദാറ്റ് മീൻസ് സ്റ്റാൻഡ് ബൈ മെഷീനറി. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആക്ച്വൽ മെഷീനറിക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, എങ്ങോട്ട് കണക്ട് ചെയ്യും, ഈ സ്റ്റാൻഡ് ബൈ മെഷീനറിയിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഇയർ 21-22 നമ്മുടെ ആക്ച്വൽ മെഷീനറി ഒരു തവണ പോലും റിപ്പയർസ് അല്ലെങ്കിൽ കേടായില്ല. സോ അതുകൊണ്ട് ഈ സ്റ്റാൻഡ് ബൈ മെഷീനറി എന്ത് ചെയ്യേണ്ടി വന്നില്ല, യൂസ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡ് ബൈ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് പിന്നെ നമ്മൾ ഡിപ്രീസിയേഷനിൽ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പറ്റുമോ ഇല്ലയോ? പറ്റും. സോ അതാണ് എന്ത്, പാസീവ് യൂസ്. സോ ദാറ്റ് മീൻസ് ആ ഒരു മെഷീനറി എന്താണ്, സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുകയാണ്, വേറെ ഒരു പർപ്പസിന്. ദാറ്റ് മീൻസ് കുറച്ച് ദിവസം അത് വേറെ റെന്റിന് കൊടുത്ത് ഇടയ്ക്ക് കൊണ്ടുവച്ചു, അങ്ങനെയല്ല പറയുന്നത്. ആ മെഷീനറി എന്താണ്, ഫുൾ ടൈം നമ്മൾ എന്താണ് ഇതിന്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുകയാണ്. ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു തവണ പോലും നമ്മുടെ ആക്ച്വൽ മെഷീനറി അല്ലെങ്കിൽ ഏതാണോ ഒറിജിനൽ മെഷീനറി എന്താണ് കേടായില്ല, റിപ്പയർസ് വന്നില്ല, അതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് അപ്പോഴും എന്തായിട്ട് ഇരിക്കുകയാണ്, അതിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അത് വേറെ എവിടെയും പോയിട്ടില്ല. ദാറ്റ് മീൻസ് ആക്ച്വലി അത് യൂസ് ചെയ്തിട്ടില്ല, അത് പാസീവ് യൂസ് ആണ്, യൂസ് ചെയ്തത് പോലെ ആണ്. അതുകൊണ്ട് എന്ത് ക്ലെയിം ചെയ്യാം, ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം ഫോർ പാസീവ് യൂസ്. സോ ഈ സ്റ്റാൻഡ് ബൈ മെഷീൻ എന്ന് പറയുന്ന മെഷീനറി ഇടയ്ക്ക് റെന്റിന് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവെക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം, പാസീവ് യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ്, ഫുൾ ടൈം സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ പാസീവ് യൂസ് എന്ന രീതിയിൽ എന്ത് കിട്ടുള്ളൂ, ഡിപ്രീസിയേഷന് എലിജിബിൾ ആവുള്ളൂ. ക്ലിയർ അല്ലേ? Assessee should be the owner. Assessee should be the owner. So ഇവിടെ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കണം എന്ന് മാൻഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇല്ല. സോ ഇതിനകത്ത് നമ്മളെ ഒരു പർട്ടിക്കുലർ അസറ്റ് ബിസിനസ് പർപ്പസിന് വാങ്ങിച്ചു, അതിന്റെ ഒരു രജിസ്ട്രേഷൻ. സോ അസറ്റ് പല രീതിയിലാണ്, മെഷീനറി മാത്രമല്ല പല രീതിയിലുള്ള അസറ്റ് ആണ്. ഒരു വെഹിക്കിളോ എന്തെങ്കിലും ബിസിനസിന് വേണ്ടി വാങ്ങിച്ചു. നോർമലി അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ബട്ട് എന്താണ് മേടിച്ചാൽ, ദാറ്റ് മീൻസ് നമ്മുടെ 21-22 ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ചിലാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്, March 20th വാങ്ങിച്ചിരിക്കുന്നത്. മേടിച്ച അടുത്ത ദിവസം തന്നെ എന്റെ ബിസിനസ് പർപ്പസിന് ഞാൻ യൂസ് ചെയ്തു, എന്റെ ലോഡും കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. പക്ഷേ അതിന്റെ രജിസ്ട്രേഷൻ ആയത് April 2 ആണ്. അങ്ങനെയാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണർഷിപ്പ് ആയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് വരുമോ? സോ ദെൻ പാർട്ട്ലി ഓണർഷിപ്പ് ആണ്, ഹോളി ആണെങ്കിലും പാർട്ട്ലി ആണ് ഓണർഷിപ്പ് എങ്കിലും നമുക്ക് എന്തിന് എലിജിബിൾ ആണ്? സോ എന്താണോ പാർട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ്. ദെൻ എന്ത് മാൻഡേറ്റ് ചെയ്യുന്നില്ല, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് ഇൻ ദ സെൻസ് ബെനഫിഷ്യൽ ഓണർ, നോട്ട് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് നോട്ട് മാൻഡേറ്റഡ്. ആയാൽ നല്ല കാര്യം, ബട്ട് അത് ആയില്ല എന്ന് പറഞ്ഞ് ഡിപ്രീസിയേഷൻ എന്താണ് തരാതിരിക്കില്ല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. ക്ലിയർ ആണോ? സോ ജസ്റ്റ് യൂസ് എന്നും ഓണർ എന്നും പറയുന്നെങ്കിലും അത് ഇൻഡെപ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂസ് മീൻസ് ഒരു ദിവസം യൂസ് ചെയ്യാലും, യൂസ് മീൻസ് ആക്റ്റീവ് യൂസ് ഓർ പാസീവ് യൂസ്. ദെൻ ഓണർഷിപ്പ് മീൻസ് അതൊരു പാർട്ട്ലി ഓണർഷിപ്പ് ആകാം, ഹോളി ഓണർ ആകാം. അല്ലെങ്കിൽ ദെൻ എന്താണ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് മാത്രം മതി, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. രജിസ്റ്റേർഡ് ഓണർഷിപ്പ് വേണ്ട എന്നല്ല പറയുന്നത്, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല, ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ അല്ലേ? രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടാണ് ഞാൻ അറിയാനുള്ളത്. ഡിപ്രീസിയേഷനിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ്.
കുറച്ച് പോയിന്റ് ഞാൻ പറയുന്ന ഉത്തരം പറ. ഡിപ്രീസിയേഷൻ ബെനിഫിഷ്യൽ ഓണർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അലൗ ചെയ്യോ ഇല്ലയോ? So first point, depreciation is allowed if assessee is the beneficial owner. Then in case of lease, so lease എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റിന് എടുക്കുകയാണ് അല്ലെ. സോ റെന്റിന് എടുക്കുവാണെങ്കിൽ ഡിപ്രീസിയേഷൻ അലോ ചെയ്യുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾ അക്കൗണ്ടിങ്ങിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് അക്കൗണ്ടൻസിയും ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ ലീസ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്? ഓക്കെ, സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 ആണ്. സോ അതിനകത്ത് 2 ടൈപ്പ് ഓഫ് ലീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ലീസ് ആകാം, ഓപ്പറേറ്റിംഗ് ലീസ്. സോ നമ്മുടെ ഇൻകം ടാക്സ്, സോ അത് അവിടുത്തെയാണ് ലെസർ ആണോ ലെസ്സി ആണോ ക്ലെയിം ചെയ്യുന്നൊക്കെ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമുക്കിവിടെ എന്താണ് ലീസ്? ദാറ്റ് മീൻസ് എനി ലീസ്, ഫിനാൻഷ്യൽ ലീസോ ഓപ്പറേറ്റിംഗ് ലീസോ എന്ത് തന്നെ ആയാലും എന്താണ് ഡിപ്രീസിയേഷൻ ആർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ലെസർക്ക്. ദാറ്റ് മീൻസ് ഓണർക്ക് മാത്രമേ depreciation is always claimed by lesser. That means ഓണർക്ക് മാത്രം. അത് ഫിനാൻഷ്യൽ ലീസ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ലീസ് ആണെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ആർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ഓണർക്ക് അല്ലെങ്കിൽ ലെസർക്ക്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Then ഇനി അടുത്ത കേസ്, ഇപ്പൊ ലീസിന്റെ കേസ് പറഞ്ഞു. ഹയർ പർച്ചേസ് കേസിലോ? ഹയർ പർച്ചേസ് കേസില് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എന്താണ് ഹയർ പർച്ചേസ്? ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വാങ്ങിച്ചു, ഹയർ പർച്ചേസിലാണ് വാങ്ങിച്ചത്. സോ അതിന്റെ ഓണർഷിപ്പ് എനിക്ക് എന്നേ കിട്ടുള്ളൂ? ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തിട്ടേ കിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേ ഞാൻ എന്താവത്തുള്ളൂ? രജിസ്റ്റേർഡ് ഓണർ ആകത്തുള്ളൂ. ബട്ട് ആക്ച്വലി ഈ അസറ്റ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അസറ്റിന്റെ പൊസഷൻ ആരുടെ കയ്യിലാണ്? ഹയർ പർച്ചേസിൽ ഹയർ പർച്ചേസറിന്റെ കയ്യിൽ അല്ലെ. സോ ദാറ്റ് മീൻസ് നമ്മുടെ അസസിയുടെ കയ്യിലാണ് പൊസഷൻ ഇരിക്കുന്നത്. അത് എന്തിനു യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇവിടെ രജിസ്റ്റേർഡ് ഓണർ അല്ല, പക്ഷെ എന്ത് ഓണറാണ് ഞാൻ? ബെനഫിഷ്യൽ ഓണർ ആണ് അസസി. സോ അസസിക്ക് ഹയർ പർച്ചേസ് കേസിൽ എന്ത് ക്ലെയിം ചെയ്യാം? തുടക്കം മുതലേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ? Assessee can claim depreciation from the beginning. So എന്തായിട്ട് കണക്കാക്കും? ബെനിഫിഷ്യൽ ഓണർ അസസി ആണ്. സോ ഈവൻ ദോ ലാസ്റ്റ് പേയ്മെന്റ് കഴിഞ്ഞിട്ടേ എന്ത് കിട്ടുള്ളൂ? രജിസ്റ്റേർഡ് ഓണർഷിപ്പ് കിട്ടുള്ളൂ എങ്കിലും അത് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊസസ് ചെയ്യുന്നത് അസസി ആണ്. അസസി ബെനിഫിഷ്യൽ ഓണർ ആണ്. അത് ഓൾറെഡി എന്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞു? ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ യൂസും വന്നു, ബെനിഫിഷ്യൽ ഓണർഷിപ്പും വന്നു ഹയർ പർച്ചേസിൽ. ദെയർഫോർ എന്തിന് എലിജിബിൾ ആണ് അസസി? ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ് ഇൻ കേസ് ഓഫ് ഹയർ പർച്ചേസ്. സോ ലീസ് ആണെങ്കിൽ ഒരു കാരണവശാലും എന്ത് കിട്ടത്തില്ല? ഓണർഷിപ്പ്, ഒരു രീതിയിലുള്ള ഓണർഷിപ്പും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലീസ് കേസിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് ഓൾവേസ് ക്ലെയിംഡ് ബൈ ലെസർ. ദാറ്റ് മീൻസ് ഓണർ, ലെസി അല്ലെങ്കിൽ റെന്റിന് എടുത്ത ആൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഏത് രീതിയിലുള്ള ലീസ് ആണെങ്കിലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് ഓഫ് ലീസ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir.
പാർഷ്യലി ഓൺഡ് അസറ്റ് ആണ്. സോ നമ്മൾ ഓണർഷിപ്പ് പറഞ്ഞു. സോ ഹോളി ആകാം. പാർഷ്യലി ഓൺഡ് അസറ്റ് ആണെങ്കിലോ ഓൺഡ് അസറ്റ്. സോ നമ്മുടെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യാണ്. അതിന്റെ ഓണർഷിപ്പ് നമ്മുടെ ബിസിനസിന് യൂസ് ചെയ്യുന്ന അസറ്റ്സിക്ക് 50% ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എത്ര ക്ലെയിം ചെയ്യാം? മൊത്തം ക്ലെയിം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ 50% പറ്റത്തുള്ളൂ? 50%. കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഓണർഷിപ്പ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിപ്രീസിയേഷൻ. Depreciation shall be allowed to him to the extent of his share in the asset. സോ അസറ്റിൽ എത്ര ഷെയർ ആണോ അയാൾക്കുള്ളത്, ഓണർഷിപ്പിൽ പാർട്ട്ലി ഓണർഷിപ്പ് പാർഷ്യൽ ഓണർഷിപ്പ് ആണ്. സോ എത്ര പെർസെന്റേജ് ആണോ അയാൾക്കുള്ളത് അത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് എത്രയുണ്ടോ ഷെയർ അത്രയും ഷെയർ നമുക്ക് എന്ത് ചെയ്യാം? ആ പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സ്റ്റാൻഡ് ബൈ മെഷീനറി ആണെങ്കിലോ? സ്റ്റാൻഡ് ബൈ മെഷീനറി ആണെങ്കിലോ ഡിപ്രീസിയേഷൻ കിട്ടും. അല്ലേ? ഫുള്ള് കിട്ടുമോ കുറച്ച് കിട്ടുമോ അല്ലെങ്കിൽ എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫുള്ള് കിട്ടും. അല്ലേ? സോ ആക്റ്റീവ് പാസീവ് യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ആണെങ്കിലും ദാറ്റ് മീൻസ് എന്താണ്? ആ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും റെഡി ഫോർ യൂസ്. പാസീവ് യൂസ് ഇൻ ദ സെൻസ് എന്താണ്? റെഡി ഫോർ യൂസ്. സോ കംപ്ലീറ്റ് പീരീഡ് എൻറ്റയർ പ്രീവിയസ് ഇയർ റെഡി ഫോർ യൂസ്. ദാറ്റ് മീൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ depreciation is allowed. That means full depreciation is allowed for that standby machinery. Okay. Yes, sir. Yes, sir. Then next one. ഇനി നമുക്ക് so depreciation കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. Then second one, classification of depreciable assets. സോ നമുക്ക് അസറ്റിനെ നമുക്ക് മേജർലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അസറ്റിനെ മേജർ ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ടാഞ്ചിബിൾ അസറ്റ്, കറണ്ട് അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ അരുണേ? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്ലിയർ അല്ലേ? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ. സോ ഡിപ്രീസിയേഷൻ വേണ്ടിയിട്ട് സോ ഉണ്ടോ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് അസറ്റ്സിൽ. നമ്മൾ അണ്ടർ സെക്ഷൻ 32 നിൽക്കുന്നത്. സോ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് പറഞ്ഞു. പുട്ട് യൂസ് അല്ലെങ്കിൽ യൂസ്, ആക്റ്റീവ് യൂസ് ഓർ പാസീവ് യൂസ്. ദെൻ ഓണർഷിപ്പ്, രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല, ഹോളി ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. എന്ത് മതി? ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ടായാൽ മതി. ദെൻ ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ അസറ്റ്സിനെ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. എന്താണ്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ടാഞ്ചിബിൾ അസറ്റ്, ദെൻ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഗുഡ് വില്, അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. സോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ടാഞ്ചിബിൾ അസറ്റ്സിൽ തന്നെ നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. ബിൽഡിംഗ്, then plant and machinery, then furniture. Building, plant and machinery, then furniture. So intangible asset le goodwill, patent, trademark, license അങ്ങനെയുള്ള കാര്യങ്ങൾ.
ക്ലിയർ? സോ അതെല്ലാം ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത എല്ലാം എന്തിന്റെ അണ്ടറിലോട്ട് പോകും? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. നെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടെങ്കിൽ എന്തറിയണം? ഒരു റേറ്റ് അറിയണം. റേറ്റ്സ് ഫോർ ഡിപ്രിസിയേഷൻ. ഫസ്റ്റ് assets, then corresponding rate. Assets rate. First building. Then ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ബിസിനസ്സിലുള്ള ഒരു ബിൽഡിങ് ഫസ്റ്റ് ഓരോന്നും നമ്മൾ ഇൻഡെപ്ത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിസിനസ്സിലുള്ള ഒരു ബിൽഡിങ് റെസിഡൻഷ്യൽ പർപ്പസ്. സോ ബിസിനസ്സിലെ എന്റെ ബിസിനസിന്റെ പാർട്ടായിട്ടുള്ള ഒരു ബിൽഡിങ് ഞാൻ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യൂ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എന്റെ ബിസിനസ്സിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. സോ ഗസ്റ്റ് ഹൗസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? Residential പർപ്പസ്. സോ ആ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്റെ മേജർ ആയിട്ടുള്ള ബയേഴ്സ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ താമസിപ്പിക്കാൻ വേണ്ടിയും, സോ എന്റെ അല്ലെങ്കിൽ എന്റെ വലിയ ബിസിനസ് ഡീലിനൊക്കെ വരുന്നവരെയൊക്കെ എന്താണ് താമസിപ്പിക്കാൻ, അവർ വേറെ എവിടെയും പുറത്തു പോയി താമസിക്കേണ്ട, എന്റെ ബിസിനസിന്റെ റെസിഡൻഷ്യൽ ഹൗസ് അതായത് എന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കാനാണ് എന്ത് കെട്ടിയിട്ടിരിക്കുന്നത്? ബിൽഡിംഗ്. സോ ദാറ്റ് മീൻസ് ഈ ബിൽഡിംഗ് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്? ബിസിനസിന്റെ എൻഹാൻസ്മെന്റ്. പക്ഷേ യൂസ് ചെയ്യുന്നത് ഫാക്ടറി ആയിട്ടോ ബിസിനസിന്റെ ഓഫീസായിട്ടോ ആണോ? അല്ല. പക്ഷേ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ത് ഈ ബിൽഡിംഗ്, ബട്ട് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റെസിഡൻഷ്യൽ പർപ്പസ്. സോ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 5% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. 5%. സെക്കൻഡ് വൺ ജനറൽ. സോ ബിസിനസിന്റെ ഫാക്ടറി ഇതായിട്ടോ ഓഫീസായിട്ടോ യൂസ് ചെയ്താൽ എത്ര കിട്ടും? 10%. Then third one, temporary structure. Temporary structure. So അതിന് 40% ആണ്. സോ പറയുമ്പോഴത്തേക്ക് കാട്ടിലോ മരത്തിന്റെ മുകളിലോ ചങ്ങാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ബിസിനസ് പർപ്പസിന് ബിസിനസിന്റെ എൻഹാൻസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിൽ ടെമ്പററി സ്ട്രക്ചർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര കിട്ടും? 40% ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ ആണോ? Yes, sir. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. സോ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത ഹെഡാണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്ന 10% ആണ്. 10%. ഓക്കെ അല്ലേ? Yes, sir. നെക്സ്റ്റ് വൺ നമ്മുടെ മേജർ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ബിസിനസിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ഫസ്റ്റ് വൺ, ഒന്നുകിൽ മോട്ടോർ വെഹിക്കിൾ ആകാം. മോട്ടോർ വെഹിക്കിൾ ആകാം ബിസിനസിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഫസ്റ്റ് വൺ മോട്ടോർ വെഹിക്കിൾ ആണ്
used in business of running them on hire. Used in business of running them on hire. So അത് റെന്റിന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ് എങ്കിൽ നോർമലി കിട്ടുന്നത് 30%. Then next one start എഴുതാം. Running them on hire ബിസിനസ്സില് acquired and put to use. Acquired and put to use between 23/8/2019 to 31/3/2020. അങ്ങനെയാണെങ്കിൽ ഈ പീരീഡിൽ അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ആണെങ്കിൽ 45% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. പർപ്പസ് എന്തായിരിക്കണം? റണ്ണിങ് ദം ഓൺ ഹയർ ആയിരിക്കണം. അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23/8/19 31/3/2020 അതിനെ ഇടയ്ക്കാണ് അക്വയർ ചെയ്തതും പുട്ട് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഇൻസ്റ്റെഡ് ഓഫ് 30 നമുക്ക് എത്ര കിട്ടും? 45. Then second one, D, other motor vehicles. So എന്താണ് ബിസിനസ് പർപ്പസിന്? ദാറ്റ് മീൻസ് ബിസിനസിന്റെ വേറെ എന്ത് പർപ്പസിന് യൂസ് ചെയ്താലും എന്താണ് എന്തല്ല എന്റെ ബിസിനസിന് അത് റണ്ണിങ് ദം ഓൺ ഹയർ അല്ലാതെ എന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് എന്റെ ബിസിനസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എംപ്ലോയീസോ അങ്ങനെ എന്ത് പർപ്പസിന് മോട്ടോർ വെഹിക്കിൾ യൂസ് ചെയ്താലും എന്താണ് ജനറൽ ആയിട്ട് കിട്ടുന്ന 15% ആണ് കിട്ടുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത്. അതർ മോട്ടോർ വെഹിക്കിൾ. സോ റണ്ണിങ് ദം ഓൺ ഹയർ അല്ലാതെ വേറെ എന്ത് പർപ്പസിന് യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിളും എവിടെ പെടും? അതർ മോട്ടോർ വെഹിക്കിൾസിൽ പെടും. ഓക്കെ അല്ലേ? ഇവിടെയും ഉണ്ട്, ചേർത്ത് കൊടുക്കുക. അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ സെയിം ഡേറ്റ് 23/8/2019 ടു 31/3/2020. സോ അങ്ങനെയാണെങ്കിൽ 15 ഇൻസ്റ്റെഡ് ഓഫ് 15 എത്ര കിട്ടും? 30%. ഓക്കെ അല്ലേ? സോ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ റണ്ണിങ് ദം ഓൺ ഹയർ ആണെങ്കിൽ നോർമലി കിട്ടുന്ന 30% ആണ്. 28/3/19 മുതൽ 31/3/20 വരെ ആണെങ്കിൽ 30 പകരം എത്ര കിട്ടും? 45%. Then നോർമൽ വെഹിക്കിൾസ്, മോട്ടോർ വെഹിക്കിൾ. സോ റണ്ണിങ് ദം ഓൺ ഹയർ അല്ലാത്ത ബാക്കി ഏത് പർപ്പസിന് യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിളും ജനറൽ റേറ്റ് എത്രയാണ്? 15%. ദെൻ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ് ബിറ്റ്വീൻ 23/8/2019 ടു 31/3/2020 ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 15 എനിക്ക് എത്ര കിട്ടും? 30%. ഇങ്ങനെ വേണം ആ പ്രൊവിഷൻ മനസ്സിലാക്കാൻ. ക്ലിയർ ആണോ? എന്റെ ബിസിനസിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് ഷിപ്സ് ഉണ്ടെങ്കിൽ എത്രയാണ് ഡിപ്രിസിയേഷൻ റേറ്റ്? 20% ആണ്. ദെൻ തേർഡ് വൺ, എന്റെ ബിസിനസിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ എത്ര കിട്ടും? 40%. Then fourth one, computer or laptop എത്ര പെർസെന്റ് കിട്ടും? 40%. സോ ഇവിടെ നമ്മളെ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ സാലറിയിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രൊവിഷനായിട്ട് ഉണ്ടോ ഡിഫറൻസ് വന്നു കഴിഞ്ഞു. സോ സാലറിയില് ഒരു പ്രൊവിഷനില് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓൺ വാല്യൂവിൽ എടുക്കണം. അത് എത്ര പെർസെന്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പെർക്വിസിറ്റില്. സോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്താൽ, യൂസ് ചെയ്യാൻ കൊടുത്താൽ നില്ലാണ്, സെയില് നടത്തിയാൽ എന്ത് കണ്ടുപിടിക്കും? പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഓരോ വർഷവും എന്താണ് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കും. അവിടെ ഡിപ്രീസിയേഷൻ റേറ്റ് എടുക്കുന്ന 40 ആണോ? എത്രയാണ്?
50% ആണ്. കണ്ടോ, രണ്ട് ഹെഡ് തമ്മിൽ കണ്ടോ, അവിടെ ചെന്ന് പറയും 40% എടുത്തിരിക്കുന്നതെന്ന് പറയും. കമ്പനി കൊടുക്കുന്ന ഡിപ്രിസിയേഷൻ അല്ല അവിടെ നോക്കുന്നത്. എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് പെർക്വിസിറ്റ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 അവിടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എംപ്ലോയർ എംപ്ലോയിക്ക് സെയിൽ നടത്തിയാൽ ഈ റിട്ടേൺ ഡൗൺ വാല്യൂ എന്നാണ് 50% പെർ ഇയർ യൂസേജ് ഓഫ് 50% പെർ ഇയർ ഓഫ് യൂസേജ്. യൂസ് ചെയ്യുന്ന ഒരു വർഷം 50% വെച്ച് റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ എംപ്ലോയർ കളക്ട് ചെയ്ത് ആ റിട്ടേൺ ഡൗൺ വാല്യൂനേക്കാൾ കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ആണ് നമ്മൾ എന്നിട്ട് എടുത്തുകൊണ്ടിരുന്നത് പെർക്വിസിറ്റ്. സോ അവിടെയും ചിലപ്പോൾ ഇവർ കൊണ്ടുതരാം ഈ 40% കമ്പനി ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ 17 സബ്സെക്ഷൻ 2 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഡിപ്രീസിയേഷൻ റേറ്റ് 50%. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Then books, any books 40%. So annual publication ആണെങ്കിലും അല്ലാത്താണെങ്കിലും. ഏത് ടൈപ്പ് ഓഫ് ലൈബ്രറി ബിസിനസ്സോ എന്ത് ബിസിനസ് ആണെങ്കിലും കിട്ടുന്ന എത്രയാണ് ബുക്സിന്? എനി ടൈപ്പ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും 40%. സോ പ്രൊഫഷണൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പണ്ടാണ്, ബിക്കോസ് ഇത് വരുന്നതിന് മുമ്പ് ഇത് അമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഡിഫറെന്റ് 100% ഇയർലി ആനുവൽ പബ്ലിക്കേഷൻസ് ആയിരുന്നെങ്കിൽ മൊത്തം എടുക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. ബട്ട് സോ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓരോ വർഷവും വേറെ ഫിനാൻസ് ആക്ടും കാര്യങ്ങളും ഒക്കെ ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അടുത്ത വർഷം വീണ്ടും മേടിക്കും. സോ അവിടെ അന്നൊക്കെ ഈ 40 എന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് 100% ആനുവൽ പബ്ലിക്കേഷനകത്ത് ഡിഫറെന്റ് റേറ്റ് ആയിരുന്നു. ബട്ട് ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ബുക്സ്? സോ പ്രൊഫഷൻ ആണ്, ബിസിനസ് എൻറ്റിറ്റി ആണ്. പ്രൊഫഷൻ ആണെങ്കിൽ അവർ വാങ്ങിക്കുന്ന ബുക്സ്, പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള ബുക്ക് എന്താണെങ്കിലും നമുക്ക് എത്രേ കിട്ടുള്ളൂ? ലൈബ്രറി ബിസിനസ് നടത്തുന്നവരുടെ പോലും എത്രേ കിട്ടുള്ളൂ? 40%. എനി ടൈപ്പ് ഓഫ് ബുക്ക് 40%. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Yes, sir. 6th one. Windmill and its equipments. Windmills and its equipments. A. Installed before 1/4/2014. ആ കേസിൽ എത്ര കിട്ടുള്ളൂ? 15%. Then installed on or after 1/4/2014. ആ കേസിൽ 40%. സോ ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 40%. Then 7th one. Pollution control equipment. സോ നമ്മുടെ ഫാക്ടറിയിലെ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്. സോ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. സോ അവിടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാപിറ്റലൈസ് ചെയ്യും. അതിന് വരുന്ന മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 40%. Then 8th one. Other plant and machinery. That means general rate. Other plant and machinery. So plant and machinery general rate എന്ന് പറഞ്ഞാൽ 15% ആണ്. Other plant and machinery 15%. Then intangible assets. So that means physical existence ഇല്ലാത്ത assets ആണെങ്കിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ റേറ്റ്? 25%. സോ ഈ റേറ്റ് കൊണ്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണെന്ന് അറിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? വാല്യൂ, ഡിപ്രീസിയേഷൻ എമൗണ്ട് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ഡിപ്രീഷിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ്. ക്ലിയർ അല്ലേ റേറ്റ്സ്? Yes, sir. ഓക്കെ. സോ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ബിൽഡിങ്ങിന് 3 റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്?
റെസിഡൻഷ്യൽ പർപ്പസ് ദാറ്റ് മീൻസ് ഗസ്റ്റ് ഹൗസ് ആണെങ്കിൽ 5%, ജനറൽ ഓഫീസ് പ്രിമൈസിനാണെങ്കിൽ 10%, ടെമ്പററി സ്ട്രക്ചർ ആണെങ്കിൽ 40%. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് നമ്മൾ സേഫ് ആണ്, ഒറ്റ റേറ്റേ ഉള്ളൂ 10%. പ്ലാന്റ് ആൻഡ് മെഷീനറി ജനറൽ റേറ്റ് എത്രയാണ്? 15% ആണ്. ദെൻ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നോർമലി 30 കിട്ടും. എന്തിനകത്ത്? റണ്ണിംഗ് ദം ഓൺ ഹയർ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് ഇൻ ബിറ്റ്വീൻ 23/8/2019 to 31/3/2020 ആണെങ്കിൽ 45% കിട്ടും. റണ്ണിംഗ് ദം അല്ലാത്തത് ജനറൽ ആണ്, ജനറൽ റേറ്റ് ആണ് 15%. സോ 23/8/2019 ടു 31/3/2020 ആണെങ്കിൽ 15 പകരം ഇൻസ്റ്റെഡ് ഓഫ് 15 നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഷിപ്പ് ആണെങ്കിൽ 20%, എയർക്രാഫ്റ്റ് ആണെങ്കിൽ 40%, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ 40%, എനി ടൈപ്പ് ഓഫ് ബുക്ക് അല്ലെങ്കിൽ ബുക്ക് വെച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്താലും 40%. വിൻഡ് മിൽ എക്യുപ്മെന്റ്സ് സോ 1/4 മുമ്പാണെങ്കിൽ 15% ജനറൽ റേറ്റ്, അതിനുശേഷമാണെങ്കിൽ 40% കിട്ടും. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ് 40%. അതർ ജനറലി പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ? സോ ദാറ്റ് മീൻസ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിൽ പെടുന്നില്ല, ഇൻടാഞ്ചിബിൾ അസറ്റിലും വരുന്നില്ല. ഒരു അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ബിൽഡിംഗ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കും. സോ ജനറൽ റേറ്റ് എത്രയാണ്? 15%. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഏതാണെങ്കിലും എത്രയാണ് റേറ്റ്? ജനറൽ റേറ്റ് 25%. ക്ലിയർ ആണ്? രണ്ട് കാര്യങ്ങളാണ് നോട്ടായിട്ട് കൊടുക്കുക. നോട്ട് ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നോട്ട്. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ ഈസ് മാൻഡേറ്ററി. Depreciation is mandatory for all assessee. So business or professional അവിടെ എന്തുണ്ടെങ്കിൽ അസറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള അസറ്റോ, ഫിക്സഡ് അസറ്റ് ആയിട്ട് ടാഞ്ചിബിൾ അസറ്റോ ഇൻടാഞ്ചിബിൾ അസറ്റോ ഉണ്ടെങ്കിൽ എന്ത് ക്ലെയിം ചെയ്തേ പറ്റുള്ളൂ? സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ മാൻഡേറ്ററി ആണ് എല്ലാ അസസീസിനും. ദെൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് എത്ര കിട്ടും ഡിപ്രീസിയേഷൻ റേറ്റ്? 40%. ദെൻ അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കാണ്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന UPS, ദെൻ പ്രിന്റർ, കമ്പ്യൂട്ടറിന്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന പ്രിന്റർ, ദെൻ സ്കാനർ, ഇതിനൊക്കെ എത്ര കിട്ടും ഡിപ്രീസിയേഷൻ? 40%. സോ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ പ്രിന്ററോ സ്കാനറോ എന്തില്ലാതെ പറ്റില്ല? കമ്പ്യൂട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. സോ അല്ലെങ്കിൽ UPS എന്തിനു വേണ്ടിയാണ്? കമ്പ്യൂട്ടർ ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ് UPS യൂസ് ചെയ്യുന്നത്. സോ പ്രിന്ററോ സ്കാനറോ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് അല്ലെങ്കിൽ പെരിഫറൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ്? 40% അവൈലബിൾ ആണ്. ദെൻ മൊബൈൽ ഫോൺസ്, EPABX, ഇതൊന്നും അറ്റ് ദ മോമെന്റ് എന്തായിട്ട് കണക്കായിട്ടുള്ള മൊബൈൽ ഫോൺസ്. സോ ഇക്വലന്റ് കമ്പ്യൂട്ടർ പോലെ ഉണ്ടെങ്കിലും റൈറ്റ് നൗ ഇതുവരെ ആക്ട് പ്രകാരം എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത് രണ്ടും പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര കിട്ടത്തില്ല? 40% കിട്ടത്തില്ല. നമുക്ക് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന രീതിയിൽ 40% കിട്ടില്ല. സോ ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് വരത്തില്ല. 10% ആസ് ദ കേസ് മേ ബി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണ്? Yes, sir. ക്ലിയർ അല്ലേ റേറ്റ്സ്? സോ ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് സുധി? 2 പോയിന്റ്, 2 വേർഡ്. Business or profession യൂസ് ചെയ്യണം. യൂസ് ഓണർ അല്ലേ? സോ ബെനിഫിഷ്യൽ ഓണർ. ഓക്കെ, ദെൻ നമ്മൾ ഡിപ്രീസിയേഷൻ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. ഡിപ്രീസിയേഷൻ ഓരോന്നും നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റും തിരിച്ചു. ടാഞ്ചിബിൾ അസറ്റിൽ ബിൽഡിംഗ് തന്നെ 3 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് അതിനകത്ത്. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഒറ്റ കാറ്റഗറി. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി.
സോ അതിനകത്ത് പല പല ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് റേറ്റും പറഞ്ഞു. Then next one, next ahead, methods of depreciation. Methods of depreciation. Methods of depreciation. ഏതൊക്കെയാണ് methods of depreciation? Straight line method. Straight line method. Return down value method. So ഇതിനകത്ത് എവിടെയെങ്കിലും റിട്ടേൺ ഡൗൺ വാല്യൂ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ജനറലി എന്താണ് പറയുന്നത്? ജനറലി പറയുന്നത് ഓൾവേസ് ഫോളോ. സോ PGBP നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് പറയുന്നത്? ഓൾവേസ് ഫോളോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ ഇനി അപ്പൊ ചോദിക്കാം, എല്ലാവരും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണോ ഫോളോ ചെയ്യുന്നത്? രണ്ടു പേർക്ക് അവരുടെ ഓപ്ഷൻ ആണ്, അസസിക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് അവർക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഡൗൺ വാല്യൂ. സോ ബാക്കി ഉണ്ടോ, ഇവർക്ക് മാത്രമാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കാറ്റഗറി ഓഫ് അസസീസിനും എന്ത് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്? ഓൾവേസ് ഫോളോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ദെൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഇവർക്കുള്ള ഓപ്ഷൻ ആണ്. Option to follow straight line method or return down value method for ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ SLM എടുക്കാം. ഈ പറയുന്ന രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് വേണമെങ്കിൽ എടുക്കാം, അവരുടെ ഓപ്ഷനാണ്. ബിസിനസ് ഓഫ് ജനറേഷൻ ഓർ generation and distribution of power. പവർ സെക്ടർ യൂണിറ്റ്സിന് മാത്രമാണ് എന്തൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? വേണമെങ്കിൽ SLM ഫോളോ ചെയ്യാം. SLM അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് SLM അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യാം. ബട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഓൾവേസ് എന്ത് ഫോളോ ചെയ്യാനാണ്? IT ആക്ട് സെക്ഷൻ 32ന്റെ ഇതിന് പ്രൊവിഷൻസിൽ പറയുന്നത് return down value method. Okay. Then ഇവിടെ ശ്രദ്ധിക്കാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം. ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. ബ്ലോക്ക് ഓഫ് അസറ്റ് system shall apply. So very important. Return down value method ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ എന്താണ് ബ്ലോക്ക്, എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഇവിടെ ആണെങ്കിലും ഇവർക്ക് ഓപ്ഷൻ ആണ്. ഇവിടെ SLM മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവർക്ക് SLM ഓർ WTV. സോ ഇവരെ SLM മെത്തേഡ് ആണ്. ഇഫ് SLM മെത്തേഡ് ഫോളോഡ്, then individual asset system shall apply. Individual asset system shall apply. Okay. Then എന്താണ് ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം അല്ലെ ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്ലോക്ക് ഓഫ് അസറ്റ് നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ലെവലിലാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് പറയുന്നത്. സോ നോട്ട് ചെയ്യാം, ബ്ലോക്ക് ഓഫ് assets ബ്രാക്കറ്റില് സെക്ഷൻ 2 സബ്സെക്ഷൻ 11. ബ്ലോക്ക് ഓഫ് അസറ്റ്
system means block of asset means group of assets. Group of assets having same rate of depreciation within same class of asset. Same class of asset. So same class of asset ൽ വരുന്ന same rate ഉള്ള assets ന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? Block of asset. Individual asset system. So SLM ആണെങ്കിൽ നമ്മൾ എന്താണ് block of asset concept അല്ല അവിടെ യൂസ് ചെയ്യുന്നത്, individual asset system ആണ്. ഇവിടെ depreciation is calculated on individual assets. Individual asset. Next head ആയിട്ട് കൊടുക്കാം. Proviso to section 32 subsection 1. First one. Depreciation is restricted to 50% of applicable rate if depreciation is restricted to 50% of applicable rate if asset put to use less than 180 days. Put to use less than 180 days in the year of acquisition. In the year of acquisition. In the year of acquisition. Okay, so very important. So നമ്മൾ സെക്ഷൻ 32 പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് പുട്ട് യൂസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് നമ്മൾ അസറ്റ് അക്വയർ ചെയ്യുന്ന വർഷം ലെസ് ദാൻ 180 ഡേയ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? എത്രയാണോ ആക്ച്വൽ റേറ്റ് നമ്മൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പകുതിയേ കിട്ടുള്ളൂ, 50%. ക്ലിയർ ആണോ? Yes, sir. Okay. Kuma, the restriction applies only in the year of acquisition. Restriction applies only in the year of acquisition. Only in the year of acquisition. Restriction applies only in the year of acquisition. Second one, also section 32 subsection 1. That means നമ്മൾ അസറ്റ് വാങ്ങിച്ച വർഷം ഇയർ ഓഫ് അക്വസിഷൻ അല്ലെങ്കിൽ അസറ്റ് നമ്മുടെ ബിസിനസിന്റെ അസറ്റ് ആയിട്ട് വന്ന വർഷം നമ്മൾ 180 ഡേയ്സിൽ കുറവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? പകുതി. ദാറ്റ് മീൻസ് 180 ഡേയ്സോ അതിൽ കൂടുതലാണെങ്കിൽ എന്താണ് ഫുൾ ഡിപ്രീസിയേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? Yes, sir. നെക്സ്റ്റ് വൺ പ്രൊഫസർ തന്നെ പറഞ്ഞ depreciation in case of amalgamation, in case of
amalgamation or demerger or succession. Is calculated normally, and after that it shall be distributed between amalgamating company or demerged company or predecessor and amalgamated company or resulting company or successor company in the ratio of, very important, in the ratio of number of days for which the assets were used by them. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അമാൽഗമേഷനോ ഡീമർജറോ സക്സഷനോ ഉണ്ടായാൽ എന്താണ് നമ്മൾ നോർമലി കമ്പ്യൂട്ട് ചെയ്യുന്ന പോലെ എന്താണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യും. ദെൻ നമ്മൾ അമാൽഗമേഷൻ ആണെങ്കിൽ അമാൽഗമേറ്റിംഗ് കമ്പനി ഉണ്ട്, അമാൽഗമേറ്റഡ് കമ്പനി ഉണ്ട്. സോ സജസ്റ്റ് ചെയ്യാൻ പറയാണ് 365 ഡേയ്സ്, അതിനകത്ത് 180 ദിവസം ആയിട്ടാണ് എന്ത് ചെയ്യുന്ന അമാൽഗമേഷൻ നടത്തുന്നെങ്കിൽ എന്താണ് നമ്മൾ ഒന്ന് അമാൽഗമേഷൻ നടന്നിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. ദെൻ അതിനുശേഷം ഓരോ അമാൽഗമേറ്റിംഗ് കമ്പനിക്കും അമാൽഗമേറ്റഡ് കമ്പനിക്കും എന്താണ് ആ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും? റേഷ്യോ ഇൻ നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് ദ അസറ്റ് വെയർ പുട്ട് ടു യൂസ് ബൈ ദം. സോ ദാറ്റ് മീൻസ് 365 180 ആര് യൂസ് ചെയ്തു? അമാൽഗമേറ്റിംഗ് കമ്പനി. സോ എത്രയാണോ ഡിപ്രീസിയേഷൻ നമ്മൾ ഇത് നടന്നില്ല എന്ന രീതിയിൽ ഫുൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും, അതേ ഇൻറ്റു 180 ഡിവൈഡ് ബൈ 365 ആയിരിക്കും അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഡിപ്രീസിയേഷൻ. അതേപോലെ അമാൽഗമേറ്റഡ് കമ്പനിയുടെയോ 185. സോ 365 റിമൈനിങ് 185 ഡിപ്രീസിയേഷൻ ഇൻറ്റു 185 ഡിവൈഡ് ബൈ 365 അതായിരിക്കും അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഡിപ്രീസിയേഷൻ. സോ എത്ര ദിവസം അസറ്റ് യൂസ് ചെയ്തു, അസറ്റ് യൂസ് ചെയ്തു എന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? എക്സാമിന് ക്വസ്റ്റ്യൻ നോക്കാൻ വന്നിട്ടുള്ള ഇന്റർമീഡിയറ്റ് ലെവലില് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ ഇതാണ്. അമാൽഗമേഷന്റെ കേസിൽ അല്ലെങ്കിൽ ഡീമർജറോ സക്സഷനോ കേസിൽ ഒന്ന് അത് നടന്നിട്ടില്ല എന്ന രീതിയിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് അസറ്റ് യൂസ് ചെയ്തതിന്റെ ബേസിസിൽ എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ക്ലിയർ ആണല്ലോ അല്ലെ? സോ 180 ഡേയ്സിൽ കുറവാണ് യൂസ് ചെയ്തതെങ്കിൽ പകുതി റേറ്റ്, സോ വാല്യൂവിന്റെ പകുതി എന്നല്ല പറയുന്നത്, സോ 15% റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 7.5. സോ 10% ആണെങ്കിൽ 5%. ഇഫ് ഏതാണ് അക്വയർ ചെയ്ത വർഷം തന്നെ പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷൻ. അഡീഷണൽ depreciation under section 32 subsection 1 clause 2a. So very important section, additional depreciation അല്ലെങ്കിൽ enhanced depreciation. That first one, eligible assessee. So ആർക്കൊക്കെയാണ് ഇത് എലിജിബിൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്ന അസസീസിന്? assessees engaged in
manufacture, assessees engaged in manufacture of any article or generation comma transmission or distribution of power. Okay. So additional depreciation ആർക്കേ കിട്ടുള്ളൂ? ഒന്നുകിൽ manufacturer of any article, അല്ലെങ്കിൽ generation or transmission or distribution of power. So power sector undertaking മാത്രമാണ് എന്ത് എലിജിബിൾ ആയിട്ടുള്ളത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Okay, then additional depreciation എത്ര റേറ്റ് ആണ്, എന്തിനാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, additional depreciation at the rate of 20% allowed on plant and machinery. So എന്തിനു മാത്രമേ കിട്ടുള്ളൂ? 20% ആണ് റേറ്റ് വരുന്നത്. അലൗഡ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. excluding, so that means plant and machinery കിട്ടും. plant and machinery യിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള plant and machinery ക്കാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 20% എന്ന് പറഞ്ഞ് എക്സ്ട്രാ നേരത്തെ ഉള്ള. സോ ഓവർ ആൻഡ് അബോവ് നോർമൽ ഡിപ്രീസിയേഷൻ ആണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. നേരത്തെ കിട്ടിയ ഡിപ്രീസിയേഷന്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടും? 20% വരെ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടാം. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറീസിന് കിട്ടില്ല. ഫസ്റ്റ് വൺ, സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി, സെക്കൻഡ് ഹാൻഡ്. സോ എന്തായിരിക്കണം? ഫ്രഷ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കിട്ടില്ല. ദെൻ എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ് ഇൻ office premise or residential accommodation. So plant and machinery എവിടാണ്? ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ്, ദാറ്റ് മീൻസ് എന്താണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഫീസ് പ്രിമൈസിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്കോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഗസ്റ്റ് ഹൗസിലോ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്കോ എന്ത് കിട്ടില്ല? സോ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്നല്ല പറയുന്നത്. എന്താണ്? അഡീഷണൽ ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A പ്രകാരം. സോ മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും, ബട്ട് എവിടെ ആയിരിക്കണം? ഫാക്ടറി പ്രിമൈസ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ നമുക്ക് ഈ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഓഫീസ് പ്രിമൈസിലോ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, അതായത് ഗസ്റ്റ് ഹൗസിലോ കൊണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി വെച്ചാൽ എന്ത് കിട്ടൂല എന്നാണ് പറയുന്നത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്നല്ല പറയുന്നത്, അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. ക്ലിയർ ആണോ? Yes, sir. Then next one, plant and machinery on which 100% reduction allowed. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് അതിന്റെ കോസ്റ്റിന്റെ 100% അലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 20% ചോദിച്ചു വരരുത്. 120%. ദാറ്റ് മീൻസ് 100 രൂപയ്ക്ക് മേടിച്ച അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ച് 1,20,000 നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം 100%. സോ പല സെക്ഷനിലൂടെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. 100% ഓൾറെഡി ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അസറ്റിന്റെ വാല്യൂ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദിക്കരുത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ ചോദിക്കരുത്. ദെൻ ഷിപ്സ്, എയർക്രാഫ്റ്റ്, ട്രാൻസ്പോർട്ട്
ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. സോ ഇതിനും എന്ത് കിട്ടത്തില്ല കണ്ടോ. ദാറ്റ് മീൻസ് പക്ക പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ് നമ്മൾ എന്ത് കിട്ടുക എന്ന് പറയുന്നത് അഡീഷണൽ ഡിപ്രീസിയേഷൻ. സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ ആർക്കേ കിട്ടത്തുള്ളൂ? മാനുഫാക്ചറേഴ്സിനും ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേറ്റേഴ്സിനുമാണ് കിട്ടുന്നത്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പുറത്ത് 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് ടൈപ്പ് ആകരുത്? സെക്കൻഡ് ഹാൻഡ് ആകരുത്. ഓഫീസ് പ്രീമൈസിലോ ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആകരുത്. 100% ഡിഡക്ഷൻ വേറെ ഏതെങ്കിലും സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്തതാകരുത്. ഷിപ്പിനും എയർക്രാഫ്റ്റിനും ട്രാൻസ്പോർട്ട് വെഹിക്കിളിനും എന്ത് കിട്ടില്ല? എൻഹാൻസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ നമ്മൾ ഒരു അസറ്റ്, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഞാനൊരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണ്. ഞാനൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്റെ ഫാക്ടറിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 150 ഡേയ്സ് ആണെങ്കിൽ എനിക്ക് നോർമൽ ഡിപ്രീസിയേഷൻ എത്ര കിട്ടും? എത്ര കിട്ടും? 7.5%. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ നോർമലി 15%. അങ്ങനെ പറയരുത്. പ്ലാന്റ് ആൻഡ് മെഷീനറി പല കാറ്റഗറി ഉണ്ട്. ജനറൽ റേറ്റ് ആണെങ്കിൽ നമുക്ക് പകുതിയെ കിട്ടുള്ളൂ എന്നേ പറയാവുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷനും എത്രയേ കിട്ടുള്ളൂ? പകുതി. ദാറ്റ് മീൻസ് 20%ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10%. പക്ഷെ അഡീഷണൽ ഡിപ്രീസിയേഷൻ എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. റിമൈനിങ് പോർഷൻ ദാറ്റ് മീൻസ് റിമൈനിങ് 10% എപ്പോൾ കിട്ടും? ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടും എന്ന് കൂടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? Yes, sir. നെക്സ്റ്റ് പോയിന്റ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ allowed only in the first year in which it is put to use. സോ എല്ലാ വർഷവും 20% കിട്ടുന്നില്ല. ആദ്യത്തെ വർഷം കഴിഞ്ഞാൽ അത് എന്തായി? സെക്കൻഡ് ഹാൻഡ് പോലായി. സോ എന്നാണോ പുതിയതായിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കുന്ന ആ വർഷം മാത്രം കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എന്ത്? സോ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ആണെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എന്ത്? ഈ പറയുന്ന പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് വൺ ടൈം ആണ്. എന്നാണോ പുട്ട് ടു യൂസ് ആ പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് put to use, if it is put to use less than 180 days, put to use less than 180 days, then 10%, that is half of 20%. that means enhanced depreciation ആയിട്ട് കിട്ടുന്ന 20%ന്റെ പകുതിയായി നമുക്ക് കിട്ടുള്ളൂ. എത്രയാണ്? if it is put to use less than 180 days, 10% depreciation shall be allowed. സോ നമുക്ക് നോർമലി പറയുന്നത് എന്താണ്? എന്നാണോ പുട്ട് യൂസ് ആദ്യത്തെ വർഷം മാത്രം കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എന്ത്? ഈ എൻഹാൻസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ. പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി 180 ദിവസത്തിൽ കുറവാണെങ്കിൽ നമ്മൾ നോർമൽ ഡിപ്രീസിയേഷനിൽ പകുതി കിട്ടുന്ന പോലെ ഇവിടെയും എത്രയേ കിട്ടുള്ളൂ? പകുതിയെ കിട്ടുള്ളൂ. ബട്ട് നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇഫ് additional depreciation allowed at half rate, additional depreciation is allowed at half rate. That means 180 ഡേയ്സിൽ കുറവാണ് പുട്ട് യൂസ്. പുതിയതായിട്ട് വാങ്ങിച്ച അസറ്റ് 180 ഡേയ്സിൽ കുറവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ then the balance half rate depreciation shall be allowed
shall be allowed in the next financial year. Next financial year. Then എപ്പോഴും ഡിപ്രീസിയേഷനും കിട്ടണമെങ്കിൽ എന്താണ് അലൗഡ് ആൻഡ് പുട്ട് ടു യൂസ് ആയിരിക്കണം അല്ലെ. സോ യൂസ് ചെയ്ത് ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ്. സോ 180 ഡേയ്സിൽ താഴെയാണെങ്കിൽ നമുക്ക് എന്താണ്? സോ WDV of block for depreciation purpose. So ഇവിടെ നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Asset acquired and asset acquired but not put to use of business. So asset ഞാൻ വാങ്ങിച്ചു വെച്ചു, ഇതൊരു സ്റ്റാൻഡ് ബൈ മെഷീനറി അല്ല, ബിസിനസ് യൂസിന് ഞാൻ ബിസിനസിന് വേണ്ടി ഞാൻ എടുത്തില്ല എങ്കിൽ എനിക്ക് ഡിപ്രീസിയേഷൻ കിട്ടുമോ ഇല്ലയോ? I am the owner of that asset, but എന്ത് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു? രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. എന്താണ്? പുട്ട് ടു യൂസ് ആൻഡ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ക്രൈറ്റീരിയ ഓക്കെ, അസറ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്, ബട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ്? ഡിപ്രീസിയേഷൻ കിട്ടുമോ? ഇല്ല. ക്ലിയർ അല്ലേ? If asset used less than 180 days, അങ്ങനെയാണെങ്കിലോ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? 50%. ഹാഫ് റേറ്റ് allowed അല്ലേ? സോ if asset used for 180 days or more, എന്ത് കിട്ടും? Full rate of depreciation. Full rate of depreciation. Okay അല്ലേ? ഓക്കെ സർ. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഒത്തിരി അടുത്ത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഇൻഫാക്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനിടത്തൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. സോ ഹെഡിങ് കൊടുക്കാം. സെക്ഷൻ 50. സെക്ഷൻ 50 sale of asset, sale of depreciable asset കൊടുക്കാം. assets, sale of depreciable assets under block of asset. Okay, under block of assets. സോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് വരാം. ഹെഡിങ് ആയിട്ട് കൊടുക്കാം. കാൽക്കുലേഷൻ ഓഫ് depreciation. Calculation of depreciation. Block of assets. That means written down value method. So WDV method use ചെയ്യുകയാണെങ്കിൽ depreciation calculate ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. So very important. Particulars amount. So ഇതിന്റെ ഒരു മെത്തേഡിലാണ് നമ്മൾ
പെർക്യൂസിറ്റിന്റെ വാല്യൂഷന് 40ക്ക് പകരം 50 എടുത്തെങ്കിലും നമ്മൾ ആ ഒരു മെത്തേഡ് ഇതായിരുന്നു ഫോളോ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് WDV ഓഫ് ബ്ലോക്ക്. സോ ഇൻഡിവിജ്വൽ അസറ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത് ഏത് മെത്തേഡില്? ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു SLM മെത്തേഡിൽ മാത്രമാണ് ഇൻഡിവിജ്വൽ അസറ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽ അസറ്റ് അത് അസസിക്ക് ഓപ്ഷൻ ആണ്. സോ ആർക്കൊക്കെയാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? SLM മെത്തേഡ് ആപ്ലിക്കബിൾ ആകാനുള്ള ബിസിനസ് ജനറേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. അവർക്ക് മാത്രമാണ്, അതും അവരുടെ ഓപ്ഷൻ ആണ്. അവര് SLM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ, WD ആണ് യൂസ് ചെയ്യുമെങ്കിൽ എന്താണ്? ബ്ലോക്ക് ഓഫ് അസറ്റ്. സോ ഓപ്പണിംഗ് WD of block of asset. Okay, opening WD of block of asset. Add cost of assets acquired during previous year. So നമ്മുടെ previous year അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന അസറ്റ്സിനെ ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്തൊക്കെയായിരിക്കും ആഡ് ചെയ്യുന്നത്? നമ്മൾ അതിനകത്ത് ബിക്കോസ് റേറ്റ് പലതിനും പല നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ആഡ് ചെയ്യാം? പുട്ട് ടു യൂസ് 180 days or more. സോ ഒരു ഫിഗർ ആഡ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഇത് എന്താണ് ഡിപ്രീസിയേഷൻ റേറ്റ് അറിയാൻ വേണ്ടി 180 ഡേയ്സോ അതിൽ കൂടുതലോ യൂസ് ചെയ്ത പുതിയ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയും. ദെൻ പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 ഡേയ്സ്. ഇത് അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര ഡിപ്രീസിയേഷൻ കൊടുക്കണം, റേറ്റ് എത്ര അപ്ലൈ. ദെൻ അക്വയർ ചെയ്തു. അക്വയർ ചെയ്താൽ നമ്മൾ എന്തിനകത്ത് വരും? നമ്മുടെ ക്യാപിറ്റൽ അസറ്റിൽ വരും. ബട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? acquired but not put to use. But not put to use. So ഇതെല്ലാം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കോസ്റ്റ് ഓഫ് അസറ്റ് acquired during previous year. ഇതെല്ലാം ആഡ് ചെയ്യും. 180 ഡേയ്സോ അതിൽ കൂടുതലോ യൂസ് ചെയ്തത് ബിക്കോസ് നമുക്ക് ഡിപ്രീസിയേഷൻ റേറ്റിന് വേണ്ടിയാണ്. സോ ലാസ്റ്റ് ഇയറിലെ പർച്ചേസ് നമ്മുടെ അക്വയർ ചെയ്തിട്ടുണ്ടോ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അത് യൂസ് ചെയ്തില്ല എങ്കിലും ആഡ് ചെയ്യും. ബട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടില്ല? പുട്ട് യൂസ് അല്ലെങ്കിൽ എന്ത് കിട്ടില്ല? ഡിപ്രീസിയേഷന്റെ മെയിൻ കണ്ടീഷൻ എലിജിബിലിറ്റി കണ്ടീഷൻ ഫോർ അവൈലിംഗ് ഡിപ്രീസിയേഷൻ യൂസേജ്. സോ പ്രീവിയസ് ഇയറിൽ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താണ് അസറ്റിലേക്ക് ആഡ് ചെയ്യാം, ബട്ട് ഡിപ്രീസിയേഷൻ കിട്ടൂല. ക്ലിയർ അല്ലേ? ലെസ് നമുക്ക് ഡീലീഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് ഉണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് അസറ്റ് ലെസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് അസറ്റ്സ്. സോ ഇത് കുറച്ച് കഴിഞ്ഞാലാണ് കിട്ടുന്നത്. WDV of block for depreciation. സോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള വാല്യൂ ഇതാണ്. സോ ഇതിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെസ് ഡിപ്രീസിയേഷൻ, ആക്ച്വൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഇതിന്റെ പുറത്താണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ എന്താണ്? ഇതിൽ നിന്നാണ് നമ്മൾ കുറയ്ക്കുന്നത്. ലെസ് ഡിപ്രീസിയേഷൻ. ദെൻ ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്ലോസിംഗ് WDV of block. So very important. ഓപ്പണിംഗ് W, ദാറ്റ് മീൻസ് 1/4/2021 ഓപ്പണിംഗ്. സോ അതിൽ നമ്മൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തു അത് ആഡ് ചെയ്യും. ദെൻ എന്ത് പർച്ചേസ് ചെയ്തു, എന്ത് ലെസ് ചെയ്തു, ദാറ്റ് മീൻസ് എന്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റു പോയപ്പോൾ കിട്ടിയ പ്രൈസ് ആണ് ആക്ച്വൽ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് നമ്മൾ കുറയ്ക്കുന്നു. മിച്ചമുള്ളതാണ് എന്ത്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ബ്ലോക്കിൽ മിച്ചമുള്ള അസറ്റ്. സോ വെരി ഇമ്പോർട്ടന്റ്.
ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി ബ്ലോക്കില് മിച്ചമുള്ള അസറ്റ്. ഓക്കെ അല്ലേ? ദെൻ ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഈ പറയുന്ന രീതിയിൽ കോസ്റ്റിനെ പുറത്ത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് ഈ വാല്യൂവിൽ നിന്ന് കുറച്ച് ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ക്ലോസിംഗ് WDV ഓഫ് അസറ്റ്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് WDV ആകുന്നത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Yes, sir. ഇനിയാണ് നമ്മൾ എന്റെ ആ ഒരു കോൺസെപ്റ്റ് സെക്ഷൻ 50 കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെയിൽ ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. particulars. സോ രണ്ട് കേസ് ഞാൻ പറയുകയാണ്. എമൗണ്ട് റുപ്പീസ്, എമൗണ്ട് റുപ്പീസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓപ്പണിംഗ് WDV ഓഫ് ബ്ലോക്ക്, ഓപ്പണിംഗ് WDV ഓഫ് ബ്ലോക്ക് 6 lakhs എന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് അസറ്റ്സ് ഇൻ ബ്ലോക്ക് 5 എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഓപ്പണിംഗ് WDV, then additions, that means additions during the year. സോ രണ്ട് അസറ്റ് ഇത്തവണ നമ്മൾ അക്വയർ ചെയ്തു, അല്ലെങ്കിൽ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ്. അതിന്റെ വാല്യൂ 2 ലക്ഷം എന്ന് വിചാരിക്കാം. ദെൻ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. സെയിൽ, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെയിൽ വാല്യൂ ഓഫ് അസറ്റ്സ്. ഓക്കെ, സോ ഇവിടെ നോക്കാം. എൻറ്റയർ 7 അസറ്റും വിറ്റു. ഓക്കെ, വിറ്റ എമൗണ്ട് എന്ന് പറയുന്നത് 5,20,000 ആണ്. 5,20,000 7 അസറ്റും വിറ്റു. സോ 7 അസറ്റും വിറ്റു 5,20,000 ഉണ്ടോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട്, ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ WDV അതായത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ WDV കണ്ടിരിക്കുന്നത് ഓപ്പണിംഗ് WDV, അതിന്റെ കൂടെ അഡീഷൻസ് എടുക്കും, ദെൻ ലെസ് ഡിലീഷൻസ്. ആ കിട്ടുന്ന വാല്യൂവിന്റെ പുറത്താണ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എത്ര മിച്ചം വന്നിട്ടുണ്ട്? ഇവിടെ എത്ര മിച്ചം വന്നിട്ടുണ്ട്? 8,00,000 നിന്ന് 5,20,000 പോയാൽ എത്ര ഉണ്ട് മിച്ചം? ഉണ്ട് 2,80,000. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 2,80,000 മിച്ചം ഉണ്ട്. പക്ഷേ 2 lakh എന്റെ കയ്യിൽ ഇനി എന്തെങ്കിലും അസറ്റ് ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ആ ബ്ലോക്ക് എന്താണ്? സീസ് ചെയ്തു. ബ്ലോക്ക് ഇല്ല, ബ്ലോക്കിൽ അസറ്റ് ഇല്ല, ബട്ട് ബ്ലോക്കിൽ വാല്യൂ ഉണ്ട്. സോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ബ്ലോക്കിൽ അസറ്റ് ഉണ്ടാകണം, വാല്യൂ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ്? ബ്ലോക്കിലെ അസറ്റ് നോക്കിയാൽ നില്ലാണ്. സോ ഇനി എന്റെ കയ്യിൽ അസറ്റ് ഇല്ല, ഞാൻ എങ്ങനെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യും? സോ ദാറ്റ് മീൻസ് എൻറ്റയർ ബ്ലോക്ക് ഓഫ് അസറ്റ്, ഇതെന്താണ്? എൻറ്റയർ ബ്ലോക്ക് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ആ സെനാരിയോ ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ വാല്യൂ ഉണ്ട്, പക്ഷെ ബ്ലോക്കിൽ എന്തില്ല? അസറ്റ് ഇല്ല. സോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? സോ ബ്ലോക്കിൽ അസറ്റും ഉണ്ടാകണം, ബ്ലോക്കിൽ വാല്യൂ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? 2,80,000 എന്താണ്? ലോസ് അല്ലെ? സോ ഡിപ്രീഷിയബിൾ അസറ്റ് ആണ്, നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എത്ര വരും? 2,80,000. 2,80,000. ഓക്കെ അല്ലേ? Yes, sir. ശരി, ഇവിടെ ഒന്ന് വേറൊരു സെനാരിയോ ഞാൻ പറയാം. 5, ഇവിടെ ഇതേപോലെ 6, 2 അസറ്റ് അക്വയർ ചെയ്തു 2 ലക്ഷത്തിന്. ദെൻ 7 അസറ്റും വിറ്റു. വിൽക്കുന്നത് 9,30,000. 9,30,000. ഇവിടെ പിന്നെ അസറ്റ് ഉണ്ടോ? ബ്ലോക്കില് 5 × 7 ആണ് എന്റെ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്. 7 അസറ്റും വിറ്റു. ദെൻ വിറ്റത് 8 ലക്ഷം ഉണ്ടായിരുന്ന കോസ്റ്റ് എനിക്ക് എത്ര തിരിച്ചു കിട്ടി? 9. ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 1,30,000. സോ ഇവിടെ കൂടുതലാണോ കുറവാണോ? കൂടുതൽ. ദാറ്റ് മീൻസ് എന്ത് പറയാം? നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് റുപ്പീസ് 1,30,000. ബിക്കോസ് എന്താ? ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ അടുത്ത ഹെഡ് വരുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്.
സോ നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റില് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? സോ ഇത് എന്ത് പ്രകാരമാണ്? അക്കൗണ്ടിങ് പ്രകാരമല്ല. അക്കൗണ്ടിങ് പ്രകാരമാണെങ്കിൽ ഓരോ ദിവസമൊക്കെ എടുത്തു കളയും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ എന്താണ് നമ്മൾ അസറ്റ് ബ്ലോക്ക് ഉണ്ടോ? സോ എൻറ്റയർ ബ്ലോക്ക് ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ടാകും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എൻറ്റയർ ബ്ലോക്ക്, അതായത് ബ്ലോക്കിൽ ഇനി അസറ്റ് ഇല്ല. സോ ടോട്ടൽ നമ്മുടെ കോസ്റ്റിനേക്കാൾ കുറച്ചാണ് വിറ്റെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. ടോട്ടൽ ഉണ്ടായ കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വാല്യൂലാണ് സെയിൽ പ്രൈസ് എങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഡിപ്രീഷ്യബിൾ അസറ്റ് ആൻഡ് ഓൾവേസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോസോ ആയിരിക്കും. നമ്മളത് ക്യാപിറ്റൽ ഗെയിൻ ഹെഡില് ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ ഈ പോയിന്റ്? സെക്കൻഡ് ഒരു സെനാരിയോ. സോ ബ്ലോക്ക് ഓഫ് അസറ്റിലെ സെയിൽ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് തന്നെ some assets of block are transferred. So എന്താണ്? കംപ്ലീറ്റ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ല, ബ്ലോക്കിലെ കുറച്ച് അസറ്റ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ബ്ലോക്കിലെ കുറച്ച് അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ബ്ലോക്കിലെ കുറച്ച് അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഇവിടെ നോക്കാം. particulars amount in rupees, amount in rupees. Okay. Opening WDV 6 ലക്ഷം. So number of items 5 ആയിട്ട് എടുക്കാം. Number of items 5. Then additions number of items to 2 lakhs. Then sale value so sale ചെയ്യുന്നത് 4 ആയിരിക്കാം. 4 then sale value എന്ന് പറയുന്നത് 7 lakh ആണെന്ന് വിചാരിക്കാം. 7 lakh ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഉണ്ടോ നമ്മുടെ നോർമൽ സെനാരിയോ പോലെ വരും. then നോർമൽ എന്ത് വരും? എന്റെ നോക്കാം, മൊത്തം എത്ര അസറ്റ് ഉണ്ടായിരുന്നു ബ്ലോക്കില്? 7 അസറ്റ്. അതിൽ എത്ര വിറ്റു? 4. ദാറ്റ് മീൻസ് എന്തുണ്ട്? ബ്ലോക്ക് 3 അസറ്റ് ഉണ്ട്. then ഇവിടെ 8 ലക്ഷം ഉണ്ട്. അതിൽ നിന്ന് ആക്ച്വൽ 7 കുറച്ച് കഴിഞ്ഞാൽ മിച്ചം എത്രയുണ്ട്? 1 lakh. സോ ഇതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? പുട്ട് യൂസ് അല്ലെങ്കിൽ എത്ര ദിവസം യൂസ് ചെയ്തു എന്നതിന്റെ ബേസിൽ എന്ത് കണ്ടുപിടിക്കാം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇവിടെ സെയിം ഇത് തന്നെ. ഞാൻ 4 അസറ്റ് ആണ് വിൽക്കുന്നത്. എന്റെ സെയിൽ പ്രൈസ് ഒന്ന് ശ്രദ്ധിക്കാം. സെയിൽ വാല്യൂ 9,50,000 ആയിരുന്നുവെങ്കിൽ 4 അസറ്റ് ഉണ്ടോ? സെക്കൻഡ് ഇത് ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഇത് സെക്കൻഡ് കണ്ടീഷൻ. സെയിൽ വാല്യൂ 9,50,000 ഉണ്ട്. ബട്ട് വിൽക്കുന്ന എന്താണ്? എൻറ്റയർ അസറ്റ് ഞാൻ വിൽക്കുന്നില്ല, 4 അസറ്റ് വിൽക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ എനിക്ക് ബ്ലോക്കിൽ എത്ര മിച്ചമുണ്ട്? ബ്ലോക്കില് 3. വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? പിന്നെ എന്തെങ്കിലും ഇതിനകത്ത് കോസ്റ്റ് എന്തെങ്കിലും മിച്ചമുണ്ടോ? സോ എനിക്ക് ഓൾറെഡി എന്താണ് എക്സ്ട്രാ കിട്ടിയേക്കാണ്. 8 ലക്ഷം ആയുള്ളൂ, ഒരു 1,50,000 എന്താണ് എക്സ്ട്രാ കിടക്കാണ് അല്ലെ? സോ ഒരു ബ്രാക്കറ്റിൽ എക്സ്ട്രാ കിടക്കുന്ന പോലെ വരും. സോ ദാറ്റ് മീൻസ് അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ബ്ലോക്കില്? സോ ഇതെന്തായിട്ട് മാറും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. എന്ത്? ഈ 1,50,000. ഇവിടെ അസറ്റിലും ബ്ലോക്കിലും അസറ്റ് ഉണ്ട്, വാല്യൂ കോസ്റ്റിലും മിച്ചം ഉണ്ടെങ്കിൽ, അതായത് ഓപ്പണിംഗ് WDV അഡീഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം.
ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. ദെൻ ബ്ലോക്കിലും വാല്യൂ ഉണ്ട്, പക്ഷേ ബ്ലോക്കിൽ അസറ്റ് ഉണ്ട്, വാല്യൂ ഇല്ലെങ്കിൽ അവിടെയും എന്ത് അട്രാക്ട് ചെയ്യും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഡിപ്രീസിയേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഡിപ്രീസിയേഷൻ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറയാം. ഇവിടെ സെക്ഷൻ നമ്മളിപ്പം ഏതൊക്കെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു? ഡിപ്രീസിയേഷൻ സെക്ഷൻ എത്രയാണ്? 32 അല്ലെ? സോ ഡിപ്രീസിയേഷൻ ആസ് പെർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ എന്താണ്? മാൻഡേറ്ററി ആണ്. സോ ഡിപ്രീസിയേഷൻ കിട്ടാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ പുട്ട് യൂസ് അല്ലെ? സോ അതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. സോ അല്ലാണ്ട് ബിസിനസ്സിന് യൂസ് ചെയ്ത് എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് യൂസും കൺസിഡർ ചെയ്യാം. ദെൻ ഓണർഷിപ്പും അതേപോലെ ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. എന്താണ് ഓണർഷിപ്പ്? ക്യാൻ ബി ഹോളി ഉണ്ടാകാം, പാർട്ട്ലി ഉണ്ടാകാം, ബെനിഫിഷ്യൽ ഓണർഷിപ്പും ആകാം. സോ ദാറ്റ് മീൻസ് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് വേണ്ടെന്നല്ല പറയുന്നത്, മാൻഡേറ്റ് ചെയ്യുന്നില്ല. ദെൻ പിന്നെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഡിപ്രീസിയേഷന്റെ അല്ലെ? സോ രണ്ട് മെയിൻ കാറ്റഗറിയാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. സോ ടാഞ്ചിബിളിന്റെയും ഇൻടാഞ്ചിബിളിന്റെയും ബേസിസിൽ ഡിപ്രീസിയേഷൻ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ ഡിപ്രീസിയേഷൻ റേറ്റ് കഴിഞ്ഞാൽ എന്താണ്? there are two types of method for computing depreciation: written down value method and straight line method. So generally യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ വേറെ ഒരാൾക്ക് വേറെ ഒരു ടൈപ്പ് ഓഫ് അസസീസിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ മാത്രമാണ് എന്ത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്? ആർക്കൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അല്ലെ? ജനറേഷൻ അല്ലെങ്കിൽ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. സോ അവർക്കൊരു ഓപ്ഷൻ ആണ്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുള്ളൂ? ബ്ലോക്ക് കോൺസെപ്റ്റ് ബേസിലേ കണ്ടുപിടിക്കുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഇൻഡിവിജ്വൽ അസറ്റ് മെത്തേഡിലായിരിക്കും. ദെൻ സോ സെക്ഷൻ 32 എന്തേ പറയുന്നുള്ളൂ? പുട്ട് യൂസിനെ പറയുന്നുള്ളൂ. ബട്ട് 32 സബ്സെക്ഷൻ പ്രൊവിസോർ ടു സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ആണ് എന്ത് പറയുന്നത്? പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ, പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ എത്രയേ കിട്ടുള്ളൂ? ആക്ച്വൽ റേറ്റ് എത്രയാണോ അതിന്റെ പകുതിയേ കിട്ടുള്ളൂ. ദെൻ പിന്നെന്താണ്? അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡിമർജർ അല്ലെങ്കിൽ സക്സഷൻ പ്രീവിയസ് ഇയറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. അതിനുശേഷം എന്താണ്? അമാൽഗമേറ്റിംഗ് കമ്പനിയും അമാൽഗമേറ്റഡ് കമ്പനിയും എത്ര ദിവസം അസറ്റ്, ഈ പറയുന്ന പർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്തു, അതിന്റെ ബേസിസിൽ റേഷ്യോയിൽ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. പിന്നെ എന്തായിരുന്നു? പിന്നെ ഡിപ്രീസിയേഷന്റെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A അങ്ങനെ തന്നെ എഴുതണം. അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷൻ. അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷൻ. സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ ആർക്കൊക്കെയാണ് കിട്ടുന്നത്? മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പവർ ജെൻ സെക്ടർ അല്ലെ? അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? സോ എല്ലാ അസറ്റിനും കിട്ടുമോ അഡീഷണൽ ഡിപ്രീസിയേഷൻ? അല്ലെ? സോ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര ശതമാനമാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്? 20%. വൺ ടൈം അല്ലെ? ഏത് പ്രീവിയസ് ഇയറിലാണോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വയർ ചെയ്ത് പുട്ട് യൂസ്, ആ ഒരു വർഷത്തിൽ മാത്രമാണ് എന്ത് കിട്ടുന്നത്? 20% ആണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കിട്ടുമോ? കിട്ടില്ല. സോ സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സ്റ്റുഡൻസ് നോർമലി വരുന്ന മിസ്റ്റേക്ക് ആണ്. നോർമൽ ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ എത്ര ശതമാനം കിട്ടും? സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ എന്റെ കോസ്റ്റിന്റെ പുറത്ത് ഇൻറ്റു 15%. സോ സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് അത്രയും കുറവായിരിക്കും. സോ സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണെങ്കിൽ, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ എന്ത് കിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അസറ്റ് അക്വയർ ചെയ്തോ, ദാറ്റ് മീൻസ് ക്യാപിറ്റലൈസ് ചെയ്ത അസറ്റ് അക്വയർ ചെയ്തോ, സെക്ഷൻ 32 പ്രകാരം മാൻഡേറ്ററി ആണ് എന്ത്? ഡിപ്രീസിയേഷൻ. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടും, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. പക്ഷെ ഞാൻ എന്താണ് ഫാക്ടറി പ്രിമൈസിലല്ല അത് ഇൻസ്റ്റാൾ ചെയ്തത്, എന്റെ ഓഫീസ് പ്രിമൈസിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഇൻസ്റ്റാൾ ചെയ്താൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ? കിട്ടില്ല.
ഇല്ല. അപ്പോഴും നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നോർമൽ ഡിപ്രീസിയേഷൻ എത്ര കിട്ടും പ്ലാന്റ് ആൻഡ് മെഷീനറി പുട്ട് ടു യൂസ് ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 15% കിട്ടും. ഓക്കെ. ദെൻ ഷിപ്പിന്, എയർക്രാഫ്റ്റിന്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് എന്ത് കിട്ടില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചോണം. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 100% ഡിഡക്ഷൻ കിട്ടും. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനകത്ത് 100% ഡിഡക്ഷൻ വരുന്ന സിനാരിയോസ് ഉണ്ട്. സോ നമുക്ക് എന്താണ്, 100 രൂപ മുടക്കിയാൽ 120 രൂപ ഡിഡക്ഷൻ തരില്ല ഇൻകം ടാക്സ് അതോറിറ്റി. 100 രൂപ മുടക്കി 100 രൂപ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തൊന്നും ഇല്ല, നിങ്ങൾ മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണെങ്കിലും എന്താണെങ്കിലും എന്ത് കിട്ടത്തില്ല, നിങ്ങൾക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല. ക്ലിയർ അല്ലേ? ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കേസിൽ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പം അസറ്റ് പുട്ട് യൂസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്ന ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി 180 ഡേയ്സിൽ കുറവാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഇയറിൽ എത്ര ശതമാനം കിട്ടും? അതിന്റെ പകുതി 10%. പക്ഷേ എന്തുകൂടെ കൊടുക്കും? തൊട്ടടുത്ത പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് കൊടുക്കും? റിമൈനിങ് 10% കൂടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ് 2 സബ്സെക്ഷൻ 11 പ്രകാരം ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റില് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗിലെ വാല്യൂ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? അഡീഷൻസ് അല്ലെ, പർച്ചേസസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ദെൻ അതിൽ നിന്ന് എന്ത് കുറക്ട് ചെയ്യും? ലെസ് ചെയ്യും. ബ്ലാങ്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും? എന്താണ് ലെസ് ചെയ്യുന്നത്? സെയിൽ പ്രൈസ് ആണ് കേട്ടോ. സോ അതിന്റെ ബുക്ക് വാല്യൂ ഇതാണ്, മറ്റാണ്, മറിച്ചാണ്, ഓൾറെഡി റിട്ടേൺ ഓൺ വാല്യൂ ഇത്രേ ഉള്ളൂ, അതിനൊക്കെ പറഞ്ഞ് കുറെ കഥ പറയും. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയണ്ട. ഓപ്പണിംഗ് WDVയുടെ കൂടെ എന്താ ആഡ് ചെയ്യും? ഇത്തവണ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ കോസ്റ്റ് ആഡ് ചെയ്യും. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് സെയിൽ പ്രൈസ് ലെസ് ചെയ്യും. ദെൻ നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്കിൽ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യും. എന്തൊക്കെയാണ് 2 കാര്യം? ഒന്നാമത് ബ്ലോക്കിൽ അസറ്റ് ഉണ്ടാകണം ഫിസിക്കലി. രണ്ടാമത് എന്താണ്? ബ്ലോക്കിൽ വാല്യൂ ഉണ്ടാകണം. അതായത് ഓപ്പണിംഗ് WDVയും പർച്ചേസും കൂടെ കൂട്ടി കിട്ടുന്നതിൽ നിന്ന് സെയിൽസ് കുറച്ചാൽ നമുക്ക് എന്താണ്? പോസിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അതായത് കോസ്റ്റ് മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അതർവൈസ് എന്തായി പോകും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആസ് ദ കേസ് മേ ബി, ബിക്കോസ് ഡിപ്രീഷിയബിൾ അസറ്റിന് ഓൾവേസ് ഷോർട്ട് ടൈം. ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? ഷോർട്ട് ടൈം ആയിരിക്കും. ഗെയിനോ ലോസോ എന്താണേലും ഷോർട്ട് ടൈം ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇത്രയാണ് ഡിപ്രീസിയേഷൻ വരെ ഉള്ളത്. സോ സെക്ഷൻസ് ഒന്ന് പറയാമോ? നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ്. ചാർജബിലിറ്റി സെക്ഷൻ എന്താണ്? 28. സെക്ഷൻ 28. സോ PGBP അണ്ടറിൽ ഇൻകം കണ്ടുപിടിക്കുന്ന സെക്ഷൻ ഏതാണ്? 29. സോ 29ൽ ഇൻകം കണ്ടുപിടിക്കുന്ന ഏത് മുതൽ ഏത് സെക്ഷൻ വരെ കൺസിഡർ ചെയ്തിട്ടാണ്? സെക്ഷൻ 30 മുതൽ സെക്ഷൻ 43D വരെ. സെക്ഷൻ 30 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്? റെന്റ് ആണെങ്കിൽ റെന്റ് എന്ത് മാത്രമാണെങ്കിൽ ടെനന്റ് ആണെങ്കിൽ മാത്രം അല്ലെ. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ് ഓണർ ആണെങ്കിലും ടെനന്റ് ആണെങ്കിലും കിട്ടും. ഇൻഷുറൻസ് ഓണർ ആണെങ്കിലും ടെനന്റ് ആണെങ്കിലും കിട്ടും. ദെൻ റിപ്പയർസിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ? കറന്റ് റിപ്പയർസ്. സോ ഉണ്ടോ? ക്യാപിറ്റൽ റിപ്പയർസ് ആണെങ്കിൽ നേരെ എങ്ങോട്ട് വരും? സെക്ഷൻ 32 വരും അല്ലെ. നമ്മൾ P&L ഡെബിറ്റ് ചെയ്യത്തില്ല, ഫുൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യത്തില്ല. ബട്ട് എന്താണ്? പല വർഷങ്ങളായിട്ട് ഡെഫർ ചെയ്ത് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. സോ സെക്ഷൻ 31 ആണെങ്കിൽ എന്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. സോ അവിടെ എന്ത് കിട്ടില്ല? റെന്റിന് 31ൽ കിട്ടില്ല എന്നാ പറയുന്നത്. അവിടെ എന്താ കിട്ടും? ഇൻഷുറൻസ് പ്രീമിയത്തിനും കറന്റ് റിപ്പയർസിനും കിട്ടും. റെന്റിന്. സോ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാം, ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം ഞാനൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി, സോ 50 ലക്ഷം രൂപ കൊടുത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എനിക്കില്ല. സോ ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിന് എടുത്തു. റെന്റിനെടുത്താൽ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓൺലി, ബിസിനസിന് മാത്രം ഞാൻ റെന്റിന് എടുത്താൽ എനിക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാൻ തരില്ല, അല്ലെങ്കിൽ ഡിഡക്ഷൻ തരില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. സോ അവരിപ്പോ അതോറിറ്റി പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു തരത്തില്ല? നിങ്ങൾക്ക് തരും, പക്ഷെ എന്തിൽ തരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 31ൽ തരില്ല, പക്ഷെ എന്തിൽ തരും? സെക്ഷൻ 37 പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ തരാം. സെക്ഷൻ 37 നമ്മൾ പിന്നീട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്, എപ്പോഴൊക്കെയാണ് 37 ഡിഡക്ഷൻസ് കിട്ടുന്നത്. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ഡിസ്കസ് ചെയ്തു? ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ എല്ലാ വശങ്ങളും ക്ലിയർ ആണല്ലോ അല്ലെ? കണ്ടീഷൻസ്, ദെൻ റേറ്റ്, ദെൻ ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ്. സോ അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ എൻഹാൻസ് ഡിപ്രീസിയേഷൻ.
എൻഹാൻസ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ ബാക്കി പകുതി തൊട്ടടുത്ത വർഷം കിട്ടും. അതുകൂടെ അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Yes, sir. റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.